Hello teachers, good evening. Educational psychology in the നാലാമത്തെ യൂണിറ്റ് intelligence and creativity. So there are two important terms. Psychology പഠിക്കുന്ന എല്ലാവരും പഠിക്കുന്ന രണ്ട് terms ആണ് intelligence ഉം creativity ഉം. So let me welcome you all to the session. Okay, എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. ഇന്റലിജൻസ് എന്താണ്, ക്രിയേറ്റിവിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് സയന്റിഫിക്കായി പഠിക്കണം. അതിന് ഡെഫിനിഷൻ ഉണ്ട്, തിയറികൾ ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. സോ ക്ലാസ്സിലേക്ക് പോകണം. പ്രസന്റേഷൻ സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? യൂണിറ്റ് 4 ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. ഓക്കെ, സ്ലൈഡ് മാറുന്നത് കാണുന്നില്ലേ നോക്കണേ. ഞാൻ അതാണ് കാണുന്നുണ്ടോ ചോദിക്കുന്നത്. ദിസ് ഈസ് ദ നെയിം ഓഫ് ദ യൂണിറ്റ്, ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. So what is creativity? What is intelligence? What is the meaning of intelligence? നമുക്ക് എല്ലാവർക്കും നമ്മൾ ഓരോ ബുദ്ധി ഇല്ല, അല്ലെങ്കിൽ ബുദ്ധി കുറവാണ്, കൂടുതലാണ് എന്നൊക്കെ പറയാറുണ്ട്. സോ അത്തരം സംസാരങ്ങളുടെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ബുദ്ധി എന്നുള്ളത് നമ്മളൊന്ന് സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓൾ ദ ഡെഫിനിഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 3 ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇന്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ ഡെഫിനിഷൻസിനെയും നമുക്ക് 3 കാറ്റഗറിയിലാക്കാം. Ability for adjustment or adaptation, ability to learn, ability to carry on abstract thinking. അപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ഒരു ഭാഗത്ത്. 2 എബിലിറ്റി ടു ലേൺ ആണ്, അത് നമുക്ക് പഠിക്കാൻ എത്രത്തോളം ബുദ്ധിയുണ്ട്. 3 അബ്സ്ട്രാക്ട് തിങ്കിങ്ങിനാണ്. നമുക്ക് ചില ചിന്തകളെ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ 3 കാറ്റഗറീസ് ആക്കി നമ്മുടെ ഡെഫിനിഷൻസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാന്നൊക്കെയാണ് ഇതിന്റെ ഇൻട്രോയില് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു സമൂഹവുമായി കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഒരു പുതിയ കോളേജിൽ ജോയിൻ ചെയ്തു, അവിടെ നമ്മൾ അവരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊരു ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അതുപോലെ നമുക്ക് പഠിക്കുന്ന നമ്മുടെ സിലബസ്, നമ്മുടെ കോണ്ടന്റുകൾ ശരിക്കും പഠിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്ന നമ്മുടെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അഥവാ ആശയങ്ങൾ പറയുമ്പോൾ അതിനെ നമുക്കൊരു മെന്റൽ പിക്ചർ ഉണ്ടാക്കാൻ പറ്റുമോ, ഗ്രാഫുകൾ അനലൈസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ നമുക്ക് ചിന്തിച്ച് ഒരു കണക്ഷൻ എന്നൊക്കെ ഉള്ളതാണ് ഒരു 3rd കാറ്റഗറിയിൽ വരുന്നത്. ഇതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നല്ല, ജസ്റ്റ് ഒരു ഇൻട്രോ ആണ്. സോ ഹിയർ വി ക്യാൻ സീ 3 ഡെഫിനിഷൻസ്. ഒന്ന് സ്റ്റഡാർഡിന്റെ ഡെഫിനിഷൻ ആണ്, 2 വെഷ്ലറുടെ ഡെഫിനിഷൻ ആണ്, 3 ആൽഫ്രഡ് ബൈനറ്റിന്റെ ഡെഫിനിഷൻ ആണ്. സോ ടെക്സ്റ്റിൽ ഇനിയും ഡെഫിനിഷൻസ് ഉണ്ടാകും. ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ എന്നുള്ള നിലക്ക് ഒരു 1-2 ഡെഫിനിഷൻസ് ബൈ ഹാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സ്റ്റഡാർഡ് പറഞ്ഞത് എബിലിറ്റി ടു സ്റ്റാർട്ട് ആൻഡ് സസ്റ്റെയിൻ ഇൻ സ്പൈറ്റ് ഓഫ് ഇമോഷണൽ ഇന്റർഫിയറൻസ്. ഇമോഷണൽ ഇന്റർഫിയറൻസ് ഒക്കെ ഉണ്ടെങ്കിലും, ഇമോഷണലി നമ്മൾ കണക്ട്, അതിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും എബിലിറ്റി ടു സസ്റ്റെയിൻ ആൻഡ് സ്റ്റാർട്ട് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട്, നോവൽ ആൻഡ് യൂസ്ഫുൾ ഇൻ ആൻ എക്കണോമിക് മാനർ. ഒരു പുതിയ പ്രവർത്തനം അത് അല്പം ഡിഫിക്കൽട്ട് ആയേക്കാം, നോവൽ ആയേക്കാം, അഥവാ ഒരു പുതിയ നൊവൽറ്റി, ഒരു പുതുമ അതിനുണ്ടായേക്കാം. അത്തരം കാര്യങ്ങളിൽ പോലും നമുക്ക് അതിനോട് അഡ്ജസ്റ്റഡ് ആകാൻ പറ്റുമോ എങ്കിൽ അവിടെ ഇന്റലിജൻസ് ഉണ്ട്. അതാണ് ഇന്റലിജൻസ് ഡെഫിനേഷൻ ആയിട്ട് സ്റ്റഡാർഡ് പറഞ്ഞു വെച്ചത്. വെഷലർ പറഞ്ഞത് ഇന്റലിജൻസ് ഈസ് ദ അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ആക്ട് പേർപ്പസ്ഫുള്ളി. വളരെ കൃത്യമായി ലക്ഷ്യത്തോടു കൂടി നമുക്കൊരു പ്രവർത്തനം ചെയ്യാൻ കഴിവുണ്ടോ, ടു തിങ്ക് റാഷണലി, യുക്തിപരമായി നമുക്ക് ചിന്തിക്കാൻ കഴിവുണ്ടോ, ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി വിത്ത് ദ എൻവയോൺമെന്റ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് വളരെ പക്വതയായി അല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിലൊരു ബന്ധം നിലനിർത്താനും അതിനൊക്കെ ഡീൽ ചെയ്യാനും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും വളരെ പർപ്പസ്ഫുൾ ആയി അല്ലെങ്കിൽ റാഷണലായി നമുക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഇന്റലിജൻസ് എന്നാണ് വെഷ്ലർ പറയുന്നത്. ആൽഫ്രഡ് ബൈനറ്റ് പറഞ്ഞത് ഇൻവോൾവിംഗ് എവറിത്തിങ് സച്ച് എസ് അണ്ടർസ്റ്റാൻഡിങ്, ഒറിജിനാലിറ്റി, പെർസിസ്റ്റൻസ് ആൻഡ് സെൽഫ് ക്രിറ്റിസിസം. അഥവാ എല്ലാം ഇന്റലിജൻസിന്റെ ഭാഗമാണെന്നാണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്, ഒറിജിനാലിറ്റി, എല്ലാത്തിന്റെയും ഒരു ഒറിജിനൽ സൈഡ് കീപ്പ് ചെയ്യുന്നത്, പെർസിസ്റ്റൻസ്, ഒരു കൺസിസ്റ്റന്റ് ആയി കാര്യങ്ങൾ ചെയ്യുന്നത്, സെൽഫ് ക്രിറ്റിസിസം, അഥവാ നമ്മൾ നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇങ്ങനെ കുറെ ക്വാളിറ്റീസ് പറയാണ്, ലൈഫിൽ ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസ് പറയണം. ഇതെല്ലാം ഇന്റലിജൻസിന്റെ ഭാഗമാണെന്നാണ് ആൽഫ്രഡ് ബൈനറ്റ് പറഞ്ഞു വെക്കണേ.
സോ ഇത് വേറെയും സിമ്പിൾ ഡെഫിനിഷൻസ് ഇന്റലിജൻസിനുണ്ട്. ഏതെങ്കിലും ഒന്നോ ഡെഫിനിഷൻസ് അറിയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഡെഫിനിഷൻസ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇന്റലിജന്റ് പേഴ്സൺ ആണ്. ഇവിടെ ഒരു ഇന്റലിജന്റ് ആയ ഒരു പേഴ്സൺ എങ്ങനെയാവും? ഇതൊരു 10 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അപ്പൊ ഇതില് ഞാൻ ചോദിക്കട്ടെ, ഈ ക്ലാസ് കേൾക്കുന്ന ആർക്കെങ്കിലും എനിക്ക് ഇന്റലിജൻസ് കുറവാണ് എന്നൊരു ഫീലിങ്സ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇതുവരെ? എനിക്ക് ബുദ്ധി കുറവാണ് എന്നുള്ള ആരെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടോ? എന്തോ PG ഒക്കെ ചെയ്തപ്പോ തോന്നിയിട്ടുണ്ട് ബുദ്ധി ഇല്ലേ എന്നുള്ള ചെറിയൊരു സംശയം അല്ലെ? അല്ലെ, ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ എന്താ ആലോചിച്ചറിയോ, ഇനി ആർക്കെങ്കിലും ബുദ്ധി കുറവാണെങ്കിൽ പോലും ആരെങ്കിലും ഇത് പറയോ? കാരണം ഈ ബുദ്ധി കുറഞ്ഞ ആളുകളെ എന്ത് വിളിക്ക? വെരി ഗുഡ്, മന്ദബുദ്ധി വിളിക്കും. സോ ആക്ച്വലി മന്ദബുദ്ധി ആവണെങ്കിലും വേണൊരു ബുദ്ധി അല്ലെ? അന്തംകമ്മി എന്ന് വിളിക്കണമെങ്കിലും വേണം ലേശം അന്തം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ. സോ ഇന്റലിജൻസ് ആക്ച്വലി എല്ലാവർക്കും ഉണ്ട്, അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് പ്രശ്നം അല്ലെ? നമുക്ക് നോക്കാം എന്താണ് ഇന്റലിജന്റ് ആയ ഒരു പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ലേൺ ഫാസ്റ്റ് ആൻഡ് ഈസ്, വളരെ പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളാണ് ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ എന്റെ ക്ലാസ് മനസ്സിലായില്ല എന്ന് ആരോ പറഞ്ഞില്ലേ, ആ ആളോട് പറയാനുള്ള എനിക്ക്, താങ്കൾക്ക് ഇന്റലിജൻസ് കുറവുണ്ടോ എന്ന് താങ്കൾ ഒന്ന് അളക്കേണ്ടതാണ്, അല്ലാതെ എന്റെ ക്ലാസ് മോശമായിട്ടല്ല. ഓക്കെ, അപ്പം വെറുതെ പറഞ്ഞാണ് കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആൾക്ക് ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പോ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ, ഒരു 6 വയസ്സൊക്കെ ആയാലും 2 വയസ്സിന്റെ പക്വത അല്ലെങ്കിൽ 3 വയസ്സിന്റെ വളർച്ചയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും? പക്വത കുറഞ്ഞ ആളെ കണ്ടിട്ടുണ്ടാവും? കണ്ടിട്ടുണ്ടാവും, എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്വത ഇന്റലിജൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പക്വത ഇന്റലിജൻസ് ആണെന്ന് പറയാൻ പറ്റുമോ? പക്വത എന്ന് ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്വത എന്നുള്ളത് ഇന്റലിജൻസിന്റെ ഭാഗമാണ്, പക്ഷെ പക്വതയാണ് ഇന്റലിജൻസ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിന്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഘടകമാണ്. 2, ഡിസ്പ്ലേസ് ഗുഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ ബിഹേവിയർ. കൃത്യമായിട്ട് ഒരു പുതിയ കോണ്ടെക്സ്റ്റിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറ്റാൻ പറ്റുന്ന ആളുകളാണ് ഇന്റലിജന്റ് പേഴ്സൺ. ആൻഡ് ഹാസ് ദ കപ്പാസിറ്റി ടു സോൾവ് ദ പ്രോബ്ലംസ് ഹി എൻകൗണ്ടേഴ്സ്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയുക, അതിനെ സോൾവ് ചെയ്യാം എന്ന് പറയാൻ കഴിയില്ല, മാനേജ് ചെയ്യാൻ കഴിയുക. അത്തരം ആളുകളും ഇന്റലിജന്റ് പേഴ്സൺ ആണ്. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു എന്തൊരു പ്രശ്നം വന്നു, ആത്മഹത്യ ചെയ്തു, ആ വ്യക്തിക്ക് ഇന്റലിജൻസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്റലിജന്റ് കോഷ്യന്റും ഉണ്ട്, ഇമോഷണൽ ഇന്റലിജൻസ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും അല്ലെ? ഭയങ്കര ഇമോഷണലി വീക്കായ ആളുകളൊക്കെ ഉണ്ടാവും, അവർക്ക് ആ സമയത്ത് അത് കുറവ് തന്നെ ആയിരിക്കും, ഇമോഷണൽ ഇന്റലിജൻസ് അവർക്ക് കുറവായിരിക്കും. ദെൻ 3, capable of successfully completing even with a difficult and complex task. ഏത് വർക്ക് കൊടുത്താലും ഏത് ടാസ്ക് കൊടുത്താലും അത് ഡിഫിക്കൽട്ട് ടാസ്ക് ആണെങ്കിലും അവരെന്ത് ചെയ്യും? സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ അത് ശ്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് അത് പറ്റും. കാരണം അറ്റ് ദിസ് ബിഹേവിയർ അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ്. ഓക്കെ, നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണോ, ഒരു ആരാധനാലയത്തിൽ പോയാല് അവിടുത്തെ ഒരു ബിഹേവിയർ കാണിക്കും, കല്യാണത്തിന് പോയാൽ അവിടെ കുറച്ചുകൂടി ഒരു എൻജോയ്മെന്റ് മൂഡിലേക്ക് അവർ പോകും, അതേ സമയത്ത് ഒരു ഫ്യൂണറലിന് പോകുമ്പോൾ അവിടെ ഭയങ്കരമായി ഡിസിപ്ലിൻ കീപ്പ് ചെയ്യും. അത്തരത്തില് സാഹചര്യത്തിനനുസരിച്ച് മാറ്റാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബിഹേവിയർ ഉള്ള ആളുകളാണ് ഇന്റലിജന്റ് പേഴ്സൺസ് എന്ന് പറയാം. 5, ആക്ട്സ് ഇൻ പെർസ്യൂട്ട് ഓഫ് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. എപ്പോഴും സമൂഹത്തിന്റെ ഒരു വെൽഫെയർ കൂടി കീപ്പ് ചെയ്യുന്ന, അത് പെർസ്യൂ ചെയ്യുന്ന ആളുകളാണ്, അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഇന്റലിജന്റ് പേഴ്സൺസ്. 6, ഫോക്കസ് അറ്റൻഷൻ ആൻഡ് അപ്പോൾ ഓൺ ദ ടാസ്ക്. എപ്പോഴും ഒരു ടാസ്ക് കൊടുത്താൽ അതിന് എന്ത് ചെലവും അല്ലെങ്കിൽ എന്ത് അറ്റൻഷൻ വേണമെങ്കിലും അവർ കൊടുക്കും, അതിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യും, അതിന് അറ്റൻഷൻ കൊടുക്കും, അതിന് അഫോർഡ് ചെയ്യും. ദാറ്റ് മീൻസ് അതിലേക്ക് അവർ എല്ലാവിധ അവരുടെ ശ്രമങ്ങളും അവർ എഫേർട്ട് വേണമെങ്കിൽ അവർ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. 7, capable of handling any trying situation or win over it. അഥവാ any difficult situation ഉദ്ദേശിക്കണം കേട്ടോ. ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവർ എത്തുകയാണെങ്കിലും they will be able to handle the situation and overcome the barriers.
തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് അവർക്ക് അറിയും എന്നുള്ളതാണ്. 8 എബിലിറ്റി ടു അനലൈസ് ദ പ്രോബ്ലം. നമ്മുടെ ലൈഫിൽ എന്തൊരു ഇഷ്യൂ നേരിടുകയാണെങ്കിലും വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദ ഇഷ്യൂ, ഹൗ ക്യാൻ ഐ മാനേജ് ദ ഇഷ്യൂ, ഹൗ ക്യാൻ ഐ സോൾവ് ദ ഇഷ്യൂ എന്നൊക്കെ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. 9 നോസ് ദ നാക്ക് ഓഫ് ഗെറ്റിംഗ് അലോങ് വിത്ത് അതേഴ്സ്. അഥവാ അവർക്ക് മറ്റുള്ളവരുമായി എങ്ങനെയാണ് കണക്റ്റഡ് ആവുക, മറ്റുള്ളവരുടെ ഇഷ്ടം എങ്ങനെയാണ് പിടിച്ചു പറ്റുക, മറ്റുള്ളവരുടെ റെസ്പെക്ട് എങ്ങനെയാണ് പിടിച്ചു പറ്റുക, അത്തരത്തില് മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ ഒരു കൃത്യമായ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ അവർക്ക് പറ്റും. ദെൻ 10 പെർസീവ് ദ അപ്രോപ്രിയേറ്റ് റിലേഷൻ. കൃത്യമായിട്ട് എന്ത് ചെയ്യും അവര്, അവരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ അവർ കൃത്യമായി സൂക്ഷിക്കാൻ അവര് ശ്രദ്ധിക്കും. അഥവാ അവരുടെ കാരണം കൊണ്ട് ഒരു ബന്ധം തകർന്നു പോകരുത്, അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ കൊണ്ട് പിന്നെ ഒരു ബന്ധം തകർന്നു പോകരുത് എന്നൊക്കെ അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് അവർ കീപ്പ് ചെയ്യും. സോ ഇങ്ങനെ ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കും, നല്ല സോഷ്യൽ ബീയിങ് ആയിരിക്കും, ഒരു ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ആളായിരിക്കും, നല്ല ലേണിങ്ങിലേക്ക് ഉണ്ടാവും, നല്ല ബിഹേവിയർ ഉണ്ടാവും, എല്ലാവരുമായിട്ട് ഒരു കോപ്പപ്പ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ഇങ്ങനെ ജനറൽ ആയിട്ടും എഴുതാൻ പറ്റും. ഇതിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞത്. ദെൻ ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഇതിൽ തൊണ്ടേക്കിന്റെ ഈ സൈക്കോളജിസ്റ്റുകളുടെ പേര് പറയുമ്പോൾ നോക്കണം. തൊണ്ടേക്കിന്റെ അഭിപ്രായത്തിൽ 3 തരം ഇന്റലിജൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ ഇന്റലിജൻസ്, മെക്കാനിക്കൽ ഇന്റലിജൻസ്, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. ഓക്കെ, സോഷ്യൽ, മെക്കാനിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട്. ആ പേരിൽ തന്നെ അതിന്റെ ഏത് തരം ഇന്റലിജൻസ് ആണെന്നുള്ളത് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ റിലേഷൻ, മേക്കിംഗ് റിലേഷൻ, അഡ്ജസ്റ്റിംഗ് അതേഴ്സ് അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് വിത്ത് അതേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, എമ്പതി, സിമ്പതി, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളാണ് സോഷ്യൽ ഇന്റലിജൻസിൽ വരുന്നത്. മെക്കാനിക്കൽ ഇന്റലിജൻസ് ആണെങ്കിൽ എബിലിറ്റി ടു ഡീൽ മെഷീൻസ് ആണ്, അല്ലെ? നമുക്കൊരു മെക്കാനിക്സ്, മെഷീൻസ്, അതിന്റെ പ്രവർത്തനങ്ങൾ, അത് തമ്മിലുള്ള യോജിപ്പ്, കണക്ഷന്, ലോജിക്സ്, അങ്ങനെ ഒരു ലോജിക്കൽ റീസണിങ് ഉള്ള ഒരാളാണ് ഒരു മെക്കാനിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾ എന്ന് പറയാൻ പറ്റുക. 3 അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണ്. എബിലിറ്റി ടു ഡീൽ സിമ്പിൾസ്, ഡയഗ്രാം, ഫോർമുല, ഹൈപ്പോത്തസിസ്, അത്തരത്തിലുള്ള കുറെ സംഭവങ്ങളാണ്. ഒരു മാപ്പ് കണ്ടാൽ അതിനെ കുറിച്ച് പറയാൻ കഴിയുക, ഒരു കോൺസെപ്റ്റ് കണ്ടാൽ മെന്റൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുക, ഒരു ഡയഗ്രാം കണ്ടാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഇങ്ങനെ നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഓക്കെ, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. സോ ഇത്തരത്തില് 3 തരം ഇന്റലിജൻസ് ഉണ്ടെന്നാണ് തൊണ്ടേക്ക് പറഞ്ഞു വെച്ചത്. ഇനി നിങ്ങളുടെ ഈ 3 ഇന്റലിജൻസിനും എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എന്ന് ജസ്റ്റ് നോക്കുക. സോഷ്യൽ ഇന്റലിജൻസ്, മറ്റവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്, അവരുടെ ഇടപഴകുന്നത്, ഇങ്ങനെയുള്ള സോഷ്യൽ ആകുന്ന കാര്യങ്ങളിൽ 10ൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഇന്റലിജൻസ്, നമ്മൾ വീട്ടിലുള്ള വസ്തുക്കളോ അതല്ലെങ്കിൽ നമ്മള് ഇപ്പൊ മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, കറണ്ട്, ഇങ്ങനെയുള്ള കുറെ നമ്മൾ ഈ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊന്ന് റിപ്പയർ ചെയ്യാനോ അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാനോ അത്തരം മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ പെർഫെക്റ്റ് ആണെങ്കിൽ 10ൽ 10, അതല്ലെങ്കിൽ വീക്ക് ആണെങ്കിൽ ഒരു ബിലോ ആവറേജ് ഒക്കെ ആണെങ്കിൽ 10ൽ 3, 2, ഇത്തരം മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും എന്നുള്ളത് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ദെൻ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ആണെങ്കിൽ ഒരു മാപ്പ് കണ്ടാല് അല്ലെങ്കിൽ ഒരു പിക്ചർ കണ്ടാൽ അതിനെ അനലൈസ് ചെയ്യാന്, ഒരു ഡയഗ്രം കണ്ടാൽ അതിനെ മനസ്സിലാക്കാന്, ഒരു ഫോർമുല കിട്ടിയാൽ അത് സോൾവ് ചെയ്യാന്, അത്തരത്തിലുള്ള നമ്മുടെ ഇന്റലിജൻസ് എത്രത്തോളം ഉണ്ട്. Okay, so social, mechanical and abstract intelligence. There are 3 types of intelligence according to Thorndike. Then നമുക്ക് അപ്പൊ ഇതൊരു 3 ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, 3 ഉള്ളല്ലോ എന്ന് കരുതി സമാധാനിക്കാം. എന്നാൽ അടുത്ത ഒരു 8 ഇന്റലിജൻസ് ആൻഡ് 9 ഇന്റലിജൻസ്. 8 ഇന്റലിജൻസ് ആണ് ബുക്കിൽ പറയുന്നത്, എന്നാൽ ശരിക്കും 9 ഇന്റലിജൻസ് ഉണ്ട്. ഹൊവാർഡ് ഗാർഡനറുടെ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ വരും. ഓക്കെ, ഹൊവാർഡ് ഗാർഡനർ, ഇത് ആരും പഠിച്ചിട്ടുണ്ടോ? ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിച്ചിട്ടുണ്ടോ? ഹലോ ടീച്ചേഴ്സ്, ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിച്ചിട്ടുണ്ടോ? ഈ ബഹുമുഖ ബുദ്ധി എന്ന് മലയാളത്തിൽ പറയാം. ഹൊവാർഡ് ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി, ഇത് ആ ബഹുമുഖ ബുദ്ധി നിർബന്ധമായിട്ട് നമ്മൾ എക്സ്പേർട്ട് ആവല് നിർബന്ധമാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഈ സോഷ്യൽ, മെക്കാനിക്കൽ, അബ്സ്ട്രാക്ട് ഭയങ്കര സിമ്പിൾ ആണ്. ഈ ബഹുമുഖ ബുദ്ധിയുള്ള ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചധികം ഉപകാരങ്ങളുണ്ട്.
ഒന്ന് എന്താ പറയുക, ഈ എക്സാമിന് എഴുതാം. 2 ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? റിയൽ ലൈഫിൽ ഉപയോഗിക്കാം. റിയൽ ലൈഫിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വലുതാക്കി പറയല്ലേ, അതിന്റെ മുറിച്ച് മുറിച്ച് പറ. എവിടൊക്കെ, എന്തിന്? റിലേഷനിൽ ഉപയോഗിക്കാം. റിലേഷനിൽ ഉപയോഗിക്കാം. അടിപൊളി. പിന്നെ നമുക്കല്ലേ, നമുക്ക് ഏതൊക്കെ ഇന്റലിജൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, ഇനി ഏതാണ് കുറവുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാം. 2, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികൾ, അവർക്ക് ഏതൊക്കെ ഇന്റലിജൻസ് ഉണ്ട്. എല്ലാവർക്കും എല്ലാ ഇന്റലിജൻസും ഉണ്ട് കേട്ടോ. അതിന്റെ റേഷ്യോ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി ഈ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് കോഴ്സ് പഠിക്കണം, നമ്മൾ ആരെ കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലി ചെയ്യണം, ഏതൊക്കെ പ്രൊഫഷനിൽ പോയാലും നമുക്ക് സമാധാനം കിട്ടുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കേണ്ടത് ആക്ച്വലി ഈ ഒരു ഇന്റലിജൻസ് ഏതാണ് നമുക്ക് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഓക്കെ, അപ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇതാണ് ഇന്റലിജൻസ് പഠിക്കാനേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈ വോയിസ് റെക്കോർഡ് ക്ലാസ് കേൾക്കുന്ന ആളുകളോ ലൈവിലുള്ള ആളുകളോ ആർക്കാണെങ്കിലും ഇത് മാത്രമാണെങ്കിൽ നമുക്കൊരു പ്രത്യേക സെഷൻ ആയിട്ടൊക്കെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പം ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എല്ലാവരും കാര്യമായി പഠിക്കണം എന്നാണ് അതിൽ പറയാനുള്ളത്. നമ്മൾ അതിലേക്ക് വരും. അതിന് മുമ്പ് തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം പറയാനുണ്ട്. അതിൽ പറയുന്നത് വെച്ചാൽ ഇന്റലിജൻസ് കൺസിസ്റ്റ് പെർവേസീവ് കപ്പാസിറ്റി, അഥവാ എല്ലായിടത്തും എപ്പോഴും നമുക്കുള്ള ഒരു കപ്പാസിറ്റിയാണ് ആക്ച്വലി ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ യൂണിറ്ററി ഓർ മൊണാർക്കിക് തിയറിയിൽ പറയണ അവരുടെ അവകാശവാദമാണ്. ഓക്കെ, ഇഫ് വൺ ഹാസ് ഇന്റലിജൻസ് ഹി ക്യാൻ യൂട്ടിലൈസ് ഇറ്റ് ടു എനി ഏരിയ ഓഫ് ഹിസ് ലൈഫ്. ശരിക്കും ഒരാൾക്ക് ഒരു ബേസിക് ആയിട്ട് ഇന്റലിജൻസ്, ബുദ്ധി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ എന്ത് വരികയാണെങ്കിലും ആ ഇന്റലിജൻസ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി സീൻ എവ്രിവെയർ ആൻഡ് എവ്രി ടൈം ഇൻ അവർ ലൈഫ് എന്നുള്ളതാണ് ഈ തിയറി, മൊണാർക്കിക് തിയറിയിൽ പറയുന്നത്. ഇത് റിഫ്ലക്ട് ഓൺ വാട്ട് ഹി തിങ്സ് ആൻഡ് ആക്ട്. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ആക്ച്വലി നമ്മുടെ ഇന്റലിജൻസ് വരുന്നത്. ബട്ട് വി സീ കോൺട്രറി ഇൻ പ്രാക്ടിക്കൽ ലൈഫ്. എന്നാൽ ചില സമയത്ത് നമ്മുടെ ഇന്റലിജൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും എല്ലാതും ഒരുപോലെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ടോ, a general mathematical professor may be absent-minded socially. ഒരാൾ മാത്സിൽ ഭയങ്കര പുലിയാണ് സങ്കല്പിക്കുക. ഇത് ഈ എക്സാമ്പിൾ പറയുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ, അതാരാ? നമ്മുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന് എത്ര കുട്ടികളുണ്ട്? കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം ആയിക്കോണോ, കുട്ടികളുണ്ടാവല്ലേ? ഓക്കെ, അപ്പൊ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? കല്യാണം കഴിക്കാത്തതിന് അദ്ദേഹം എന്താ റീസൺ പറഞ്ഞറിയോ? സമയല്ലേനു. കല്യാണമൊക്കെ ആകെ 10 സെക്കൻഡ് വരെ. അദ്ദേഹം ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ ഫുൾ അദ്ദേഹത്തിന്റെ മിസൈൽ പ്രൊജക്ട്, അതിന്റെ വർക്കുകൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ ജീവിതം, സോഷ്യൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, ആ ഭാഗം അദ്ദേഹം മറന്നുപോയി. ഓക്കെ, അപ്പം എന്താ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാവർക്കും എല്ലാ മേഖലയും ഒരുപോലെ തിളങ്ങാൻ പറ്റൂല എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ഈ ബുദ്ധിജീവികളായ ആളുകളുണ്ടാവും, ഭയങ്കര വലിയ റീഡേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകള്, അവര് വലിയ വൃത്തി പഠിപ്പൊന്നും ഇല്ലാതെ മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെ ഇട്ട് ഡ്രസ്സൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി നടക്കുന്നുണ്ടാവും. പക്ഷെ ഭയങ്കര ബുദ്ധികരം. അവരുടെ ആ ഒരു പ്രൊഫഷനില് അല്ലെങ്കിൽ അവരുടെ വർക്കിൽ അവർ ഭയങ്കര പെർഫെക്റ്റ് ചെയ്യണം. പക്ഷെ ചില ഭാഗങ്ങളിൽ ഒരു ഭയങ്കര വീക്ക് ചെയ്യണം. ഒരു കല്യാണത്തിന് വന്നാൽ ഏതെങ്കിലും മൂലക്ക് ഇരിക്കണ്ടാവുള്ളൂ. ഒരു ഭയങ്കര സോഷ്യലി സംസാരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും മിങ്കിൾ ചെയ്യാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് കേട്ടോ. സോ ഒരു സൈഡിൽ വീക്ക് ആവുമ്പോൾ മറ്റു സൈഡിൽ സ്ട്രോങ് ആകാം. എന്നാൽ ഒരു സൈഡിൽ സ്ട്രോങ് ആവുമ്പോൾ വേറെ പല മേഖലയിലും വീക്ക് ആവാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ തിയറിയാണ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി. സ്പിയർമാൻ പറഞ്ഞു വെക്കണെന്ന് വെച്ചാൽ നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ട്, 2 തരത്തിലുള്ള ഇന്റലിജൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. G ഫാക്ടറും S ഫാക്ടറും.
G factor means general factor. S factor means specific factor. Okay, ജനറൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിയുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയി നമ്മൾ എക്സ്പേർട്ട് ആയി ചെയ്യാൻ സാധ്യതയുള്ള ചില മേഖലകളും ഉണ്ട് എന്നാണ് സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത്. ഓക്കെ, എസ് ഫാക്ടർ ആൻഡ് ജി ഫാക്ടർ ആണ് സ്പെസിഫിക് ഫാക്ടർ ആൻഡ് ജനറൽ ഫാക്ടർ എന്നുള്ളതാണ്. അതിലൊന്ന് ജനറൽ ഫാക്ടർ ആണ്. ജി ഫാക്ടർ ജനറൽ കപ്പാസിറ്റി ആണ്. നമ്മുടെ കോമൺ സെൻസ്, റീസണിങ് ഇതൊക്കെ ജനറൽ ഫാക്ടർ ആണ്. നമുക്കറിയില്ലേ, നമ്മളിപ്പോ എല്ലാ മേഖലയും ഇപ്പൊ ഫോൺ കേടണം സങ്കല്പിക്കുക. ഫോൺ കേടന്നാൽ ജനറൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ കംപ്ലൈന്റ് നോക്കാനും സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കാനും ചാർജ് ചെയ്ത് നോക്കാനും അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്നാൽ അത് ജനറൽ ഫാക്ടർ മാത്രമാണ്, ജസ്റ്റ് അതിന് അറിയാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ ഒരു ചെടിയാണെങ്കിൽ ജസ്റ്റ് ചെടിക്ക് വെള്ളം ഒഴിക്കണം, അത് മണ്ണില കുഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള കുറെ അറിവ് നമുക്കുണ്ട്. അതൊക്കെ ജനറൽ ഫാക്ടേഴ്സ് ആണ്. ഇത് ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആയി നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, ഓരോരോ ഇൻഡിവിജ്വൽ മാറുന്നിടത്തോളം ജനറൽ ഫാക്ടേഴ്സ് മാറി മാറി വരും. ഓക്കെ, രണ്ടാമതാണ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കിതൊരു യുണീക്ക് സ്കില്ലാണ്. നമുക്ക് ഇപ്പൊ ചില ആളുകൾ ഈ ഇപ്പൊ ഈ മെക്കാനിക്കൽ ഇന്റലിജൻസ് ഇങ്ങനത്തെ കാര്യങ്ങൾ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അഗ്രഗണ്യമായിരിക്കും, അവർക്ക് ഭയങ്കര സ്കില്ലായിരിക്കും. അത് അവരുടെ സ്പെസിഫിക് ഫാക്ടറാണ്, ആ ഒരു മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയേഷൻ ഇൻ പെർഫോമൻസ് ഇൻ സ്പെസിഫിക് ഏരിയ. നമ്മൾ ചില മേഖല, ഇപ്പൊ ചില ആളുകൾക്ക് ഭാഷയിൽ ഭയങ്കര പ്രാവീണ്യം ഉണ്ടാവും, എന്നാൽ വേറെ ഒന്നിനും കഴിയണമെന്നൊന്നുമില്ല. അപ്പൊ അത് ഒരു ലിംഗ്വിസ്റ്റിക് ഫാക്ടറാണ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. സോ ചില ആളുകൾ ചില കാര്യങ്ങൾ ഭയങ്കര പെർഫോമൻസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. സോ അവർക്ക് എന്താണ്, അത് അവരുടെ ഒരു സ്പെസിഫിക് ഫാക്ടറായിട്ട് നമുക്ക് അത് കാണേണ്ടി വരും. ഇത് കണ്ടോ, ചില ആളുകൾ മാത്സിൽ ഭയങ്കര പുലികളാണ്. അതേ സമയത്ത് ബാക്കിയുള്ള ഭാഷകൾ ഇപ്പോ ഇംഗ്ലീഷിലോ അറബിയിലോ ഒന്നും പ്രത്യേകിച്ച് അറിയണമെന്നൊന്നുമില്ല. ചില ആളുകൾ ലാംഗ്വേജിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ മാത്സിലോ അല്ലെങ്കിൽ സയൻസിലോ ഭയങ്കര വീക്ക് ആയിരിക്കും. സോ അവര് ജനറൽ ഫാക്ടർ ഉണ്ട്, സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. അവര് ഭയങ്കര സ്ട്രോങ് ആയത് അവര് സ്പെസിഫിക് ഫാക്ടർ ആണ്. പൊതുവെ എല്ലാവർക്കും മാത്സ് അറിയും, അതേപോലെ നമുക്ക് പറയും അത് നമ്മുടെ ജനറൽ ഫാക്ടർ ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഒന്നാമത്തെ തിയറി മൊണാർക്കിക് തിയറിയാണ്. 2 സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി. 3 തൊണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറി. ഓക്കെ, ഇവിടെ തൊണ്ടേക്ക് പറഞ്ഞാല് ഹി ഒപ്പോസിറ്റ് ദ തിയറി ഓഫ് ജനറൽ ഇന്റലിജൻസ്. അങ്ങനെ ഒരു യൂണിഫാക്ടറി അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് മനുഷ്യന്മാർ ജീവിക്കാമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഹി പ്രപ്പോസൽ ദാറ്റ് ദർ ആർ സ്പെസിഫിക് സ്റ്റിമുലി ആൻഡ് സ്പെസിഫിക് റെസ്പോൺസ്. നമുക്ക് എന്താണോ പ്രകൃതിയിൽ നിന്ന് ചുറ്റുപാടും നമ്മോട് പ്രതികരിക്കുന്നത് അത് വെച്ച് നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് തൊണ്ടേക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ എത്തുന്ന പല സന്ദർഭങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എക്സ്റ്റേണൽ സ്റ്റിമുലസ് അത് വെച്ചിട്ടാണ് നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് തൊണ്ടേക്ക് പറഞ്ഞത്. സോ ദർ ഇസ് എ സ്പെസിഫിക് കണക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ്. അപ്പൊ നമ്മൾ എത്രത്തോളം സാഹചര്യത്തിൽ കടന്നു പോകുന്നുവോ അതോട് നമ്മൾ എത്രത്തോളം പ്രതികരിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസ് കൂടും. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്റ്റിമുലസിൽ നിന്നാണ് നമ്മുടെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുക. അങ്ങനെയാണ് നമുക്ക് ഇന്റലിജൻസ് ബൂസ്റ്റ് ചെയ്യപ്പെടുക എന്നൊക്കെയാണ് തൊണ്ടേക്ക് പറഞ്ഞത്. സോ മെന്റൽ ആക്ട് ഇൻവോൾവ് എ നമ്പർ ഓഫ് ദീസ് മൈന്യൂട്ട് എലമെന്റ്സ്. സോ അത്തരത്തിൽ കുറെ മൈന്യൂട്ടായ പല എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി നമുക്ക് ഒരു മെന്റൽ ആക്ട് ഉണ്ടാകുന്നത്, ഇന്റലിജൻസ് ഉണ്ടാകണേ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതില് അദ്ദേഹം ഒരു 4 ആട്രിബ്യൂട്ട്സ് ഓഫ് ഇന്റലിജൻസ് പറയുന്നുണ്ട്. ഇന്റലിജൻസിന്റെ ഒരു 4 പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. ഒന്ന് ലെവലാണ്, ഡിഫിക്കൽട്ടി ഓഫ് എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി സോൾവ്ഡ്. അപ്പൊ നമുക്കില്ലേ നല്ല ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. ദെൻ റേഞ്ച് ആണ്, നമ്പർ ഓഫ് ടാസ്ക് അറ്റ് എനി ഗിവൺ ഡിഗ്രി ഓഫ് ഡിഫിക്കൽട്ടി ദാറ്റ് ക്യാൻ ബി സോൾവ്. അല്ലെ, ഇപ്പൊ ഒരു ഹൈ ലെവലുള്ള ഒരു ടാസ്ക്, അതുപോലെ തന്നെ ഭയങ്കര റേഞ്ച് കൂടിയ ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ടാസ്ക്, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റലിജൻസ് കൂടുതലായിരിക്കും. അതുപോലെ ഏരിയ, ടോട്ടൽ നമ്പർ ഓഫ് സിറ്റുവേഷൻ അറ്റ് ഈച്ച് ലെവൽ ടു വിച്ച് ദി ഇൻഡിവിജ്വൽ ഈസ് ഏബിൾ ടു റെസ്പോണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്, വർക്ക് സ്പേസ് എന്ന് പറയുന്നത്, ആ ഒരു സിറ്റുവേഷൻ അത് കൂടുന്തോറും നമ്മുടെ ഇന്റലിജൻസ് കൂടും. Then speed, there is a rapidity with which an individual can respond to item. എത്രത്തോളം
ക്വിക്കായിട്ട് സ്പീഡായിട്ട് നമുക്ക് ഒരു വസ്തുവിനോട് പ്രതികരിക്കാൻ പറ്റുന്നുവോ അത്രയും ഇന്റലിജൻസ് കൂടുതലായിരിക്കും. സോ 4 ഘടകങ്ങൾ നമ്മുടെ ഇന്റലിജൻസ് എന്താ പറയണേ, അതിന്റെ ലെവല്, റേഞ്ച്, ഏരിയ, സ്പീഡ്. ഇതൊക്കെ കൂടുന്നിടത്തോളം നമുക്ക് ഇന്റലിജൻസ് കൂടും, കുറയുന്നിടത്തോളം നമ്മുടെ ഇന്റലിജൻസ് കുറയും. ചില ആളുകൾ ചില കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനോ ടൈപ്പ് ചെയ്യാനോ അതല്ലെങ്കിൽ എല്ലാത്തിനും അവരിങ്ങനെ ഭയങ്കര സ്ലോ ആണെങ്കിൽ അവർക്ക് ഇന്റലിജൻസ് കുറവാണെന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ തൊണ്ടേക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇനി തേഴ്സ്റ്റൺ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, 4ാമത്തെ ഇന്റലിജൻസിന്റെ തിയറിയാണ്. തേഴ്സ്റ്റൺ എന്താണ് പറഞ്ഞത്? തേഴ്സ്റ്റൺ പറഞ്ഞത് ഇന്റലിജന്റ് ആക്ടിവിറ്റി ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് പ്രൈമറി ഓഫ് ജനറൽ ഫാക്ടേഴ്സ്. ജനറൽ ഫാക്ടേഴ്സിന്റെ ഒരു പ്രൈമറി എക്സ്പ്രഷൻ ആണ് ആക്ച്വലി നമ്മുടെ ഇന്റലിജൻസ് എന്നാണ് തേഴ്സ്റ്റന്റെ ഒരു ഡെഫിനിഷൻ. ബാക്കി പറയുന്നുണ്ട്, മനസ്സിലായിക്കോളും. സോ certain mental operations have in common a primary factor. കോമൺ ആയിട്ട് നമുക്കൊരു പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്ന സാധനമുണ്ട്. കോമൺ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ഇറ്റ് ഗീവ്സ് ദം സൈക്കോളജിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റി. അതാണ് നമ്മുടെ സൈക്കോളജിക്കൽ യൂണിറ്റി അല്ലെങ്കിൽ ഫങ്ഷണൽ യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം അതർ മെന്റൽ ഓപ്പറേഷൻസ്. നമുക്ക് പ്രൈമറിലി നമുക്ക് എന്തുണ്ട്, ഒരു ബേസിക് ആയിട്ട് നമുക്കൊരു സ്കിൽ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്റലിജൻസ് ഒക്കെ അളക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് എന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. അദ്ദേഹം പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതിൽ ഒന്ന് സ്പേസ് വിഷ്വലൈസേഷൻ. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്കുള്ള കുറച്ച് സാധനങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് സ്പേസ് വിഷ്വലൈസേഷൻ ആണ്, അഥവാ എത്രത്തോളാണ് എബിലിറ്റി ടു വിഷ്വലൈസ് ജിയോമെട്രിക് പാറ്റേൺ, അഥവാ ഒരു സ്പേഷ്യൽ ഒരു 2 വസ്തുക്കൾ തമ്മിലുള്ള ഒരകലം, ബന്ധം, ഇതൊക്കെ നമുക്ക് കൃത്യമായി മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്പേസ് വിഷ്വലൈസേഷൻ പറയുന്നത്. 2 പെർസെപ്ച്വൽ സ്പീഡാണ്, എത്രത്തോളമാണ് ഒരു വേഗത കാണാൻ പറ്റുക. ഒരു ക്വിക്ക് ആൻഡ് അക്യുറേറ്റ് നോട്ടിംഗ് ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഒരു വണ്ടി ഓടുകയാണ്, അത് എത്ര വേഗതയിൽ ഓടുന്നു, എത്ര വേഗത ഓടിയാണ് ഇന്ന സമയത്തേക്ക് ഇവിടേക്ക് എത്തുക, അത്തരത്തിൽ നമുക്കൊരു പെർസെപ്ച്വൽ സ്പീഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. 3 ന്യൂമറിക്കൽ എബിലിറ്റി ആണ്, അഥവാ നമ്പറുകൾ വെച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുക. അഥവാ മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യാൻ പറ്റുക, നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് പറ്റുക. ഇതൊക്കെ നമ്മുടെ ഒരു പ്രൈമറി ഫാക്ടേഴ്സിന്റെ ഭാഗമാണെന്ന് പറയണേ. 4 വെർബൽ കോംപ്രഹെൻഷൻ ആണ്, അഥവാ ഒരു വേർഡ്, അതിന്റെ മീനിങ്, അതിന്റെ യൂസേജ്, സെന്റൻസ്, ഇങ്ങനെ ലാംഗ്വേജ് പരമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുക. 5 വേർഡ് ഫ്ലുവൻസി ആണ്, എബിലിറ്റി ടു തിങ്ക് ആൻഡ് യൂസ് വേർഡ്സ്. ഈ പറഞ്ഞ വേർഡ്സിനെ നമുക്ക് എത്രത്തോളം ഫ്ലുവന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചില ആളുകൾക്ക് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പീച്ച് ചെയ്യുമ്പോൾ കടകടാന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭയങ്കര ഫ്ലോയില് വാക്കുകൾ ഇങ്ങനെ വന്നു പോകും. സോ അത്തരത്തിലുള്ള കപ്പാസിറ്റി നമ്മുടെ പ്രൈമറി ഫാക്ടർ ആണെന്ന് പറയുന്നത്. 6 റോഡ് മെമ്മറി ആണ്, ഇമ്മീഡിയറ്റ് റീകോൾ ഓർ മെറ്റീരിയൽസ് ലാൻഡ്. ജസ്റ്റ് ഇപ്പൊ കിട്ടിയത് അപ്പൊ തന്നെ പറയാൻ പറ്റുക. ഓക്കെ, അഥവാ ബൈഹാർട്ട് ചെയ്തിട്ട് ഒരു കാര്യം തിരിച്ചു പറയാൻ പറ്റുന്നതാണ് 6. 7 റീസണിങ് ആണ്, എബിലിറ്റി ടു സീ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളെ തമ്മിൽ റീസണിങ്, യുക്തിപരമായി ബന്ധങ്ങളെ കാണാൻ കഴിയുക. സോ തേഴ്സ്റ്റൺ പറഞ്ഞൊരു 7 പ്രൈമറി മെന്റൽ എബിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആക്ച്വലി നമ്മുടെ ഒരു ഇന്റലിജൻസ് പ്രവർത്തിക്കുക എന്നാണ് തേഴ്സ്റ്റൺ പറയുന്നത്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ അല്ലെങ്കിൽ ആ വാക്കുകൾ കേട്ടാൽ മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഈ ഒരു ടേംസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ മെയിൻ. ഓക്കെ, സ്പേസ് വിഷ്വലൈസേഷൻ, പെർസെപ്ച്വൽ സ്പീഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, വെർബൽ കോംപ്രഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, റോഡ് മെമ്മറി, റീസണിങ്, ഇങ്ങനെയുള്ള ടേംസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൂടി വെക്കുക എന്നുള്ളതാണ് ഈ തിയറി പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഈ തേഴ്സ്റ്റന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്, ഈ കോൺട്രിബ്യൂഷൻസ് ഓഫ് തേഴ്സ്റ്റൺ തിയറി ഓഫ് ഇന്റലിജൻസ് ആണ് അദ്ദേഹം പറയണത്. അല്ലെങ്കിൽ ആ തിയറി പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് more clearly specified and defined test categories and types of test item to be included and emerged. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്റലിജൻസിന് എന്ത് ചെയ്യണം, ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ടെസ്റ്റ് കാറ്റഗറീസും അതിന്റെ ടൈപ്സും ഡിഫൈൻ ചെയ്യപ്പെടണം. അഥവാ എന്തൊക്കെയാണ് നമ്മുടെ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുള്ളത്, ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇനിയും എന്ത് ചെയ്യണം, കൂടുതൽ ക്ലിയർ ആക്കപ്പെടണം എന്നാണ് ഒന്ന്. 2 several best batteries have been constructed on the basis of group factory theory. നമ്മുടെ ഗ്രൂപ്പ് ഫാക്ടറി തിയറിന്റെ ഭാഗമായിട്ട് പറയാണ്. അത് ഇപ്പൊ ജി ഫാക്ടർ, കോമൺ ഫാക്ടർ എന്നൊക്കെ ഉണ്ടല്ലോ, അതിന് ഗ്രൂപ്പ് ഫാക്ടറി തിയറി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആണ്. സെവറൽ ബാറ്ററീസ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ്, അഥവാ ഓരോ തിയറി പഠിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഏരിയാസിനെ കുറിച്ച് കൂടി പഠിക്കേണ്ടതുണ്ട്.
ഓക്കെ, ആ ബാറ്ററീസ് എന്നൊക്കെ ഉള്ളത് സൈക്കോളജിക്കൽ ടേം ആണ്, ഇവിടെ പറയുന്നില്ല. ദാറ്റ് മീൻസ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, നമ്മളൊരു തിയറി പഠിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ മേഖലകൾ ഉണ്ടാവും, അതുകൂടി പഠിച്ചെടുക്കേണ്ടതുണ്ട്. 3, Garrett has postulated a developmental theory in which he argues. ഈ ഒരു തിയറിന്റെ ഭാഗമായി വരുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, തേഴ്സ്റ്റന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ടെക്സ്റ്റിനും പറയുന്ന ഭാഗമൊന്നുമല്ല അത്. ജസ്റ്റ് നമ്മളെ ഒരു ടെക്സ്റ്റിൽ കണ്ടപ്പോൾ അത് ആഡ് ചെയ്തതാണ്. Increasing age. With increasing age, abilities differentiate out of general abstract intelligence into relatively independent factors. നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ച് എബിലിറ്റീസ് ഡിഫറൻഷിയേറ്റ് ഔട്ട് ഓഫ് ജനറൽ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. എബിലിറ്റീസ് എന്ത് ചെയ്യും, നമ്മുടെ കഴിവുകൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മാറ്റപ്പെടും, അല്ലെങ്കിൽ പല കഴിവുകൾ നമ്മളിൽ കൂട്ടപ്പെടുകയും കുറയുകയൊക്കെ ചെയ്യും ഇൻ ടു റിലേറ്റീവ്ലി ഇൻഡിപെൻഡന്റ് ഫാക്ടേഴ്സ്. സോ നമ്മൾ എന്ത് ചെയ്യും, ജനറൽ ഫാക്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി നമ്മൾ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി തുടങ്ങും, വ്യത്യസ്തമായ ഇന്റലിജൻസ് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങും എന്നൊക്കെയാണ് ഇതിൽ പറയേണ്ടത്. ഈ കോൺട്രിബ്യൂഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്നത് വേണ്ട, ഈ തിയറിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. തേഴ്സ്റ്റന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ് ആക്ച്വലി. ആ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയെ ബേസ് ചെയ്തിട്ട് വരുന്ന 1-2 പോയിന്റ്സ് ആണ് ഇവിടെ വന്നത്. ഇനി ഗിൽഫേർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്. ഗിൽഫേർഡ് നമ്മുടെ ഇന്റലിജൻസിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞൊക്കെയാണ്. He suggests that mind is composed of at least 3 major dimensions. മൈൻഡിന് അഥവാ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ഇന്റലിജൻസിന് 3 ഡയമെൻഷൻസ് ഉണ്ട്, 3 ഏരിയകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഓപ്പറേഷൻ, കോണ്ടന്റ്, പ്രോഡക്റ്റ്, ഇങ്ങനെ 3 ഏരിയാസ് ഉണ്ടെന്നാണ് ഗിൽഫോർഡ് പറഞ്ഞു വെച്ചത്. ഓക്കെ, അപ്പൊ അതിൽ 6 ഓപ്പറേഷൻസ് ആൻഡ് 5 കോണ്ടന്റ്സ് ആൻഡ് 6 പ്രോഡക്ട്സ്, അങ്ങനെ 6 × 5 × 6 എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഇന്റലിജൻസുകൾ ഉണ്ട്, അത്രയും മേഖലകൾ ഉണ്ട് എന്നൊക്കെയാണ് ഗിൽഫോർഡ് പറയുന്നത്. അത് കുറച്ചൊരു കോംപ്ലക്സ് ആയ തിയറിയാണ്. ഇതിന് ഏറ്റവും ബേസിക്സ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ, അത്ര മാത്രം നോക്കിയാൽ മതി. 6 ഓപ്പറേഷൻസ് ആണ്, അഥവാ മൈൻഡിൽ നടക്കുന്ന 6 പ്രവർത്തനങ്ങളാണ്. ഒന്ന് കോഗ്നിഷൻ, ഇമ്മീഡിയറ്റ് ഡിസ്കവറി, അവയർനെസ് ആൻഡ് കോംപ്രഹെൻഷൻ ഓഫ് ദ ഐഡിയാസ് ആണ്. നമ്മുടെ ബ്രെയിനിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് മനസ്സിലാക്കുന്നു, അത് റിക്കവർ ചെയ്യുന്നു, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പെർസീവ് ചെയ്യുന്നു, കോംപ്രഹെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് എന്ത് കേട്ടാലും അത് മനസ്സിലാക്കാനുള്ള കഴിവ്, പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്ന് പറയുന്ന പോലെ പുതിയൊരാശയം വരുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് ആക്ച്വലി കൊഗ്നിഷൻ എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ ഇല്ലേ? ഉണ്ടായാ മതി. ഓക്കെ, അപ്പം ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു, അത് അവിടെ വരുന്ന 6 ഓപ്പറേഷൻസ് ആണ്, 6 പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഒന്ന് കോഗ്നിഷൻ ആണ്, നമുക്ക് ഒരു ആശയം വന്നാൽ അത് എന്താണെന്ന് മനസ്സിലാക്കുക, അത് കോംപ്രഹെൻഡ് ചെയ്യുക, അതിനെ ഡിസ്കവർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, ഇതൊക്കെ പറയാം. 2 മെമ്മറി റെക്കോർഡിംഗ് ആണ്, അഥവാ നമ്മളൊരു സാധനം നമ്മുടെ ബ്രെയിനിലേക്ക് വന്നാൽ അത് എന്ത് ചെയ്യണം, നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. എത്ര തരം മെമ്മറി ഉണ്ടെന്ന് പഠിച്ചറിയോ? ഇതിനു മുമ്പ് മെമ്മറിന്റെ ഒരു പാഠത്തിൽ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 മെമ്മറി ഉണ്ട്, അറിയോ? അറിയുമോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചാ മതി, പിന്നെ അത് ഇങ്ങോട്ട് വേണ്ട, അത് ഫോർഗെറ്റിംഗ് പഠിപ്പിച്ചിട്ട് നിനക്കറിയാം, കാരണം അത് ഇതാണ് ഞങ്ങൾ പഠിച്ചത്, ഇതാണ് ബുക്കിലുള്ളതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. സോ എനിവേ, സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നുള്ള 3 മെമ്മറിയാണ് ഞങ്ങൾ പഠിച്ചത് കേട്ടോ. നിങ്ങളുടെ സിലബസിൽ 4 ഒക്കെ എന്തൊക്കെ മെമ്മറീസ് ഉണ്ടായിരുന്നു. സോ എനിവേ, ഇവിടെ ഷോർട്ട് ടൈം മെമ്മറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മെമ്മറി റെക്കോർഡിങ് ഷോർട്ട് ടൈം മെമ്മറിക്ക് എത്തിക്കുകയാണ്. ഒരു കാര്യം കേട്ടാൽ ഒരു കുറച്ച് സമയത്തേക്ക് ആ കാര്യം ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഷോർട്ട് ടൈം മെമ്മറിന്റെ പ്രവർത്തനം. നമ്മളെ ഫോണിൽ റാം, റോം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനല്ലേ, 8 GB റാം, 128 256 അല്ലെങ്കിൽ 512 റോമൊക്കെ അല്ലേ? ഉണ്ട്. ആ റാമാണ് ഷോർട്ട് ടൈം മെമ്മറി. അത് താൽക്കാലികമായ സ്റ്റോറിങ്ങായി നടക്കുക. അപ്പൊ അത്തരത്തിൽ മെമ്മറി റെക്കോർഡിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രെയിനിന്റെ പ്രവർത്തനമാണ്, ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കേട്ടാലേ അത് മൈൻഡിൽ നിൽക്കണമെങ്കിലും ഇന്റലിജൻസ് വേണമെന്നാ പറയണേ. 3 മെമ്മറി റിട്ടൻഷൻ ആണ്, അഥവാ കേട്ടത് മറക്കാതെ അവിടെ വെക്കണം, റൈറ്റ്. അപ്പം അതിനെന്ത് ചെയ്യണം, ലോങ് ടൈം മെമ്മറി വേണം. ആ ലോങ് ടൈം മെമ്മറിന്റെ പ്രവർത്തനവും നമ്മുടെ ബ്രെയിനിന്റെ ഓപ്പറേഷൻ ആണ്, ഇന്റലിജൻസിന്റെ ഭാഗമാണ്.
അതിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് നമ്മൾ ലോങ് ടേം മെമ്മറിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ഓരോ നമ്മുടെ സ്റ്റുഡന്റിന്റെയും ഓരോ എന്താണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള പ്രത്യേകത ഒക്കെ പറയുന്നു. അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാക്കുക, ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ഒരു അറിവിനെ എങ്ങനെ ലോങ് ടൈം മെമ്മറിക്ക് കൊണ്ടുപോവാം? റിപ്പീറ്റേഷൻ. വെരി ഗുഡ്. റിപ്പീറ്റ് ചെയ്യുക, റിഹേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇപ്പൊ മദറിന്റെ പേര് അല്ലെങ്കിൽ ഫാദറിന്റെ പേര്, നമ്മുടെ ലൊക്കേഷൻ, ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും മറക്കണില്ല. മറക്കാത്തെന്ന് വെച്ചാൽ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് 4 കൺവേർജന്റ് തിങ്കിങ് ആണ്. ഇവിടെ 2 ടേംസ് ഉണ്ട്, കൺവേർജന്റ് തിങ്കിങ് ഉണ്ട്, ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ട്. അത് തമ്മിൽ മാറിപ്പോകരുത്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ജനറേഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഗിവൺ ഐഡിയ. തന്ന ആശയത്തിൽ നിന്ന് നമുക്കൊരു ആശയം ജനറേറ്റ് ചെയ്യാൻ പറ്റണം, ഉണ്ടാക്കാൻ പറ്റണം, രൂപീകരിക്കാൻ പറ്റണം. അതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഡൈവേർജന്റ് തിങ്കിങ് പറഞ്ഞാൽ തിങ്കിങ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ ആണ്. ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആണ് ആക്ച്വലി ഡൈവേർജന്റ് തിങ്കിങ്. അഥവാ എല്ലാവരും ചിന്തിക്കാത്ത പോലെ അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത രൂപത്തിൽ ചിന്തിക്കാൻ പറ്റുക, അതാണ് ഡൈവേർജന്റ് തിങ്കിങ്. ഇതൊക്കെ നമ്മുടെ മെമ്മറിയുടെ ഭാഗമാണ്, ഇന്റലിജൻസിന്റെ ഭാഗമാണ്. ഇത് ലാസ്റ്റ് വൺ ഇവാലുവേഷൻ ആണ്. അഥവാ ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ്. എന്താണെങ്കിലും അതിനൊരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുക, ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുക, അസസ് ചെയ്യാൻ കഴിയുക, അത് നമ്മുടെ ബ്രെയിനിന്റെ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അപ്പോൾ 6 ഓപ്പറേഷൻസ് ആണുള്ളത്: കൊഗ്നിഷൻ, മെമ്മറി, റെക്കോർഡിംഗ്, മെമ്മറി റിട്ടൻഷൻ, കൺവേർജന്റ് തിങ്കിങ്, ഡൈവേർജന്റ് തിങ്കിങ് ആൻഡ് ഇവാലുവേഷൻ. ഇനി കോണ്ടന്റ് ആണ്. 5 തരം കോണ്ടന്റുകളാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുക പറയുന്നത്. ഒന്ന് വിഷ്വൽ കോണ്ടന്റ് ആണ്. അഥവാ നമുക്ക് 5 തരം സെൻസ് ഓർഗൻസ് അല്ലേ നമുക്കുള്ളത്? 5 സെൻസ് അല്ലേ? കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, ചെവി. സോ ആ 5 ഓർഗൻസിലൂടെ വരുന്നതാണ് ആക്ച്വലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വിഷ്വൽ കോണ്ടന്റ് എന്നാൽ കോൺക്രീറ്റ് ഐഡിയാസ് പെർസീവ്ഡ് ത്രൂ ഐസ് എന്നൊക്കെയാണ് വരും കേട്ടോ. ഐഡിയാസ് ഐസ് നോക്കണം, ബുക്കിൽ എന്താ ഡെഫിനിഷൻ കൊടുത്തെങ്കിൽ അറിയില്ല. സോ എനിവേ, നമ്മൾ കണ്ട് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ കണ്ടിട്ട് അതിന് കൃത്യമായ ഒരു ഐഡിയ നമ്മളെ ബ്രെയിനിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് വിഷ്വൽ കോണ്ടന്റ് എന്ന് പറയുന്നത്. 2 ഓഡിറ്ററി കോണ്ടന്റ് ആണ്. ഇൻഫർമേഷൻ പെർസീവ്ഡ് ത്രൂ ഇയർ. ഇവിടെ ഈ ത്രൂ ഐഡിയാസ് അല്ലോ, ഐസ് എന്നുള്ളതാണ്. അത് ടൈപ്പ് ചെയ്ത് മാറിപ്പോയത്, വോയിസ് ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. സോ ഇൻഫർമേഷൻ പെർസീവ്ഡ് ത്രൂ ഇയേഴ്സ് ആണ്. നമ്മൾ ചെവിയുടെ കേട്ട് നമ്മളെ ബ്രെയിനിൽ എത്തുന്ന കാര്യങ്ങൾ. ഇതിന് 3 സിംബോളിക് കോണ്ടന്റ് ആണ്. ലെറ്റേഴ്സ് ആൻഡ് അതർ സൈൻസ് ആണ്. നമ്മൾ എന്താണ് ആക്ച്വലി ആ ഒരു സിമ്പിൾസ് ആൻഡ് സൈൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. 4 സെമാൻറ്റിക് കോണ്ടന്റ് ആണ്. ക്ലിയർ കട്ട് വെർബൽ മീനിങ്ങുകളാണെന്നാണ് പറയുന്നത്. അത് ആക്ച്വലി ഒക്കെ ആ ഒരു സെൻസറി ഓർഗൻസ് ആണ് പറയേണ്ടത് ആക്ച്വലി, പക്ഷെ ആ തിയറിയിൽ ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. 5 ബിഹേവിയറൽ കോണ്ടന്റ് ആണ്. അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻസ് ആണ്. മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സിംബൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സെമാൻറ്റിക്, ബിഹേവിയറൽ. ഇങ്ങനെ 5 കോണ്ടന്റുകളാണ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുക എന്നാണ് 5 കോണ്ടന്റിൽ പറയുന്നത്. ഇനി 6 പ്രോഡക്റ്റുകളാണ്. നമുക്ക് ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന 6 പ്രോഡക്റ്റുകളാണ്. ഒന്ന് യൂണിറ്റ്, ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓഫ് ഇൻഫർമേഷൻ. ഓരോ ഇൻഫർമേഷനും ഓരോ യൂണിറ്റുകളായിട്ടാണ് ബ്രെയിനിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യപ്പെടുന്നത്. സോ അതാണ് യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ക്ലാസ്സസ് ആണ്, അഥവാ ഗ്രൂപ്പ്സ് ആണ്. ഇങ്ങനെ ഓരോ യൂണിറ്റും എന്ത് ചെയ്യും, ഓരോരോ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇപ്പം മനുഷ്യൻ എന്നുള്ളൊരു യൂണിറ്റ് ആണ്. അതിൽ തന്നെ ആണ്, പെണ്ണ് ഒക്കെ വേറെ വേറെ യൂണിറ്റ് ആണ്. ആണ്, പെണ്ണ് എല്ലാം കൂടി മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ ക്ലാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഫോം ചെയ്യപ്പെടും. ഇതിന് 3 റിലേഷൻ ആണ്. നമ്മൾ കാണുന്ന ഒരു പുതിയ ആശയം അല്ലെങ്കിൽ നമുക്ക് കേൾക്കുന്ന ഒരു പുതിയ സൗണ്ട് നമ്മൾ പഴയ നോളജുമായി അല്ലെങ്കിൽ പ്രിയർ നോളജുമായി നമ്മുടെ പ്രീവിയസ് നോളജുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എ ന്യൂ നോളജ് ഷാൾ ബി കൺസ്ട്രക്റ്റഡ് അപ്പോൺ പ്രീവിയസ് നോളജ്. പഴയ നോളജിന്മേൽ മാത്രമേ ഒരു പുതിയ നോളജ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുള്ളൂ. സോ അതാണ് റിലേഷൻ എന്ന് പറയുന്നത്. 4 സിസ്റ്റമാണ്. ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ഐഡിയാസ് ആണ്. നമ്മൾ എല്ലാവരും ഇങ്ങനെ പലതും കേട്ട് വിടും. അതൊക്കെ ബ്രെയിനിൽ എന്ത് ചെയ്യണം, അതൊക്കെ അടുക്കി ഒതുക്കി ഒരു ഭാഗത്ത് വെക്കണം അല്ലെ. നമ്മൾ റൂമിൽ ഒരു കബോർഡ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടുന്ന ഓരോ അറിവുകളും അല്ലെങ്കിൽ കാണുന്ന ഓരോ കാഴ്ചകളും അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും നമ്മളൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നാളുമായി ബന്ധപ്പെട്ടതാണ്, ഇത് നിന്റെ കുട്ടിക്കാലത്തുള്ളതാണ്, ഇത് എനിക്ക് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്, ഇത് എനിക്ക് കിട്ടുന്ന സന്തോഷങ്ങളാണ്. ഇങ്ങനെ നമുക്കെല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ 6 ട്രാൻസ്ഫർമേഷൻ ആണ്. ചേഞ്ചസ് ഓർ മോഡിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ നമ്മള് ഓരോ ഇൻഫർമേഷനും മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. കഴിഞ്ഞ വർഷം വരെ ചിലപ്പോൾ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആരാ, നിങ്ങളെ വാർഡ് മെമ്പർ ആരാന്ന് വെച്ചാല് കഴിഞ്ഞതിൽ വരെ പറഞ്ഞ പേര് വേറെയാണ്. ഇപ്പൊ ഇന്ന് പറയേണ്ടത് വേറെ പേരായിരിക്കും. അപ്പൊ എന്തായി, നമ്മൾ ആ ഒരു ഇൻഫർമേഷനെ മോഡിഫൈ ചെയ്തു, മെമ്പർ പേര് മാറ്റി.
ആൻഡ് ഇംപ്ലിക്കേഷൻസ്, പ്രഡിക്റ്റിംഗ് ഓർ ഇൻഫറിംഗ് ഔട്ട്കംസ്. നമ്മൾ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഔട്ട്കംസ്, ഇതെങ്ങനെയാണ് അതിൽ ഇംപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഞാൻ എഡിറ്റ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ഇംപ്ലിക്കേഷൻ ആണ് നമ്മളെ നോളജ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിനെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മുടെ ബിഹേവിയറിലൊക്കെ ഇംപ്ലൈ ചെയ്യുന്ന ആക്ച്വലി ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ കൂടിയാണ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ 6 പ്രോഡക്റ്റുകളാണ്: യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ഓക്കെ, 5 കോണ്ടന്റ് ആണ്: വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക് ആൻഡ് ബിഹേവിയറൽ. ആൻഡ് 6 ഓപ്പറേഷൻസ് ആണ്: കൊഗ്നിഷൻ, മെമ്മറി, അല്ലെങ്കിൽ റെക്കോർഡിംഗ്, റിറ്റൻഷൻ, തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ് ആൻഡ് ഡൈവേർജന്റ് തിങ്കിങ് ഉണ്ട്, ആൻഡ് ഇവാലുവേഷൻ. സോ ഈ ടേംസ് ഇതുപോലെ പഠിച്ചു അതെന്താണ് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിൽ ഇമ്പോർട്ടന്റ്. ഇതൊരു 3D ഡയഗ്രാം നമുക്ക് നിങ്ങളെ ബുക്കിൽ കാണാൻ പറ്റും ചിലപ്പോൾ, ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാം. കോംപ്ലക്സ് ആയി പഠിക്കരുത്, വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കോണ്ടന്റുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഗിൽഫോർഡിന്റെ തിയറി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ആണ്: ഇറ്റ് യൂസ്ഫുൾ ഇൻ ഐഡന്റിഫൈങ് ആൻഡ് ഡിഫൈനിങ് സ്പെസിഫിക് ലേണിംഗ് ഔട്ട്കം. സ്കൂളിൽ എന്ത് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ എന്ത് പഠിപ്പിക്കുകയാണെങ്കിലും അതൊക്കെ എന്തിനാണ്, എന്താണ്, ഏതാണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും ഈ തിയറി സഹായിക്കുന്ന പറയണേ. 2 എലമെന്റ്സ് റിലേറ്റിംഗ് ടു കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് തിങ്കിങ് ഹാവ് സ്റ്റിമുലേറ്റഡ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. എങ്ങനെയാണ് കുട്ടികളെ ഡൈവേർജന്റ് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവേണ്ടത്, എപ്പോഴാണ് കൺവേർജന്റ് തിങ്കിങ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കൺവേർജന്റ് തിങ്കിങ്ങും ഡൈവേർജന്റ് തിങ്കിങ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതെങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. 3 ഹൈ ഡൈവേർജന്റ് തിങ്കിങ് പീപ്പിൾ ആർ ഹൈ ഇൻ ക്രിയേറ്റിവിറ്റി. കാരണം വളരെ വ്യത്യസ്തമായി വളരെ യുണീക്കായി ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ ഹൈ ക്രിയേറ്റീവ് ആണ് എന്ന് ഈ തിയറി പോലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈ IQ ഇന്റലിജന്റ് കോഷ്യൻ പീപ്പിൾ ട്രൈ ഫോക്കസ് ഓൺ സോഷ്യലി അക്സെപ്റ്റബിൾ റെസ്പോൺസീവ്. ഇവര് ഹൈ IQ ഉള്ള ആളുകൾ എപ്പോഴും സോഷ്യലി ആക്സെപ്റ്റഡ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യാനും അത്ര മേഖലയിൽ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. അപ്പൊ നമ്മള് 5 തിയറികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയത്. മൊണാർക്കിക് തിയറി, സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി, തൊണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറി, തേഴ്സ്റ്റന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ദെൻ ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്. ഇനി 6 തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ് ഹൊവാർഡ് ഗാർണേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ അദ്ദേഹം 8 ഇന്റലിജൻസുകളാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. ആദ്യം അദ്ദേഹം കണ്ടെത്തിയത് 8 ഇന്റലിജൻസുകളാണ്. പിന്നീട് അദ്ദേഹം ഒരു ഇന്റലിജൻസും അവിടെ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ ബുക്കിൽ ഈ ഒരു സിലബസിന്റെ ഭാഗമായി തന്ന ബുക്കിൽ പറയണില്ല. ഓക്കെ, കേൾക്കണില്ലേ? ഓക്കെ, ആക്ച്വലി ഈ 8 ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള ഇന്റലിജൻസ് ആണ്, എന്നാൽ അതിന്റെ റേഷ്യോ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇന്റലിജൻസ് അടുത്ത സ്ലൈഡിലുണ്ട്. സോ അതിന് മുമ്പ് ഇന്റലിജൻസ് ക്യാൻ ബി മെഷേർഡ് ത്രൂ ഇന്റലിജൻസ് ടെസ്റ്റ്. നമുക്ക് നമ്മുടെ ഇന്റലിജൻസ് അളക്കാം, IQ അളക്കാൻ പറ്റും. സോ IQ അളക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ട്, അത് ഇന്റലിജന്റ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക. സോ ഇന്റലിജന്റ് ടെസ്റ്റിലൂടെ നമുക്ക് എത്ര IQ ഉണ്ടെന്ന് അളക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ നമ്മളിപ്പോ ഈ ബുദ്ധി പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികൾ ചെല്ലുമ്പോഴേ അവർ IQ അളക്കും, അവർക്ക് IQ കുറവാണ്, ഒരു 120 ഒക്കെ വേണ്ടടുത്ത് 80 ഉള്ളൂ അല്ലെങ്കിൽ 60 ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. Then attempted to assess such a wide range of mental abilities by the use of single measure called IQ. അങ്ങനെ നമ്മുടെ ഇന്റലിജൻസിന് മൊത്തമായി അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സിംഗിൾ യൂണിറ്റ് ആണ് IQ അഥവാ ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്തോ എങ്ങനെ IQ നോക്കാം എന്നുള്ളതിനാണ് സ്ക്രീനിലേക്ക് നോക്കി നോക്കാം. കണ്ട, അഥവാ MA ഹരിക്കണം CA × 100 ആണ്. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് × 100 ആണ്. അത് കുറച്ചൊരു കോംപ്ലക്സ് ആയി ചെയ്യേണ്ടതാണ്, പെട്ടെന്ന് ഇങ്ങനെ കണക്കൂട്ടാൻ പറ്റുന്ന സാധനമല്ല. ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ IQ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, പെട്ടെന്ന് ഇതിന്റെ IQ കിട്ടിയാൽ കൊള്ളാം എന്ന്. പക്ഷെ അത് അളക്കല് സയന്റിഫിക് മെത്തേഡ്സിലൂടെ വേണം. അതിന് ക്രോണോളജിക്കൽ ഏജ് വേഗം കിട്ടും, നമ്മുടെ ഏജാണ്. മെന്റൽ ഏജും പാടെ കിട്ടണം. അത് കിട്ടണമെങ്കിൽ അതിന്റെ ബേസൽ ഏജ് കിട്ടണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, അപ്പം അത് IQ അളക്കാനും IQ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇതിലില്ല, ഡെഫിനിഷൻ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ 8 ഹൊവാർഡ് ഗാർഡനറുടെ 8 ഇന്റലിജൻസുകളാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്.
ഈ ഇന്റലിജൻസിന്റെ പേര് പഠിച്ചു വെക്കണം. അത് എന്താണ് അതിൽ പറയണേ എന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ഇനി ഈ തിയറി കുറച്ചുകൂടി കൂടുതലായി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്, അത് വേണമെങ്കിൽ അയച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് നിങ്ങളെ ഏത് ഇന്റലിജൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എന്നറിയണമെങ്കിൽ അതിനൊരു ആപ്പ് ഉണ്ട്. ആപ്പ് ത്രൂ അതിലൊരു എനിക്ക് തോന്നുന്നത് ഒരു 90 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഏത് ഇന്റലിജൻസ് ആണ് നിങ്ങൾക്ക് കൂടുതലുള്ളത് എന്നുള്ളത് അളക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആസ് യുവർ വിഷ്. ഇവിടെ ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ഇതിന് തന്നെ പല ബുക്കിൽ പല പേര് പറയും. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നുള്ളതാണ് ഇതിന് പേര്. അഥവാ ഭാഷാപരമായ ബുദ്ധി എന്നാണ് പറയാ. ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനും ഭാഷയോട് ഇഷ്ടം ഉണ്ടാവാനും അതുപോലെ തന്നെ എഴുതുക, വായിക്കുക, ഈ എഴുത്തുകാരന്മാര്, ടീച്ചേഴ്സ്, ഇങ്ങനെ ഭാഷ കൊണ്ട് കരിയർ ബിൽഡ് ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടോ നോക്കണം. ഭാഷ ഇഷ്ടമാണ്, പലതരം ഭാഷ പഠിക്കാൻ ഇഷ്ടമാണ്, ലാംഗ്വേജ് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഈ ക്വിസ് കോമ്പറ്റീഷന് അല്ലെങ്കിൽ വേർഡ് ഹണ്ട്, ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വൊക്കാബുലറി എൻറിച്ച്മെന്റിന്റെ ലാംഗ്വേജ് ഗെയിംസ് കളിക്കാൻ ഇഷ്ടമാണ്. ഇത്തരത്തിൽ ഒരുപാട് എഴുതാൻ ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലുള്ള ഒരാള്. ഓക്കെ, അങ്ങനത്തെ ഇന്റലിജൻസ് കൂടിയ ആൾക്കാരെ നമ്മുടെ ഈ ക്ലാസ്സിലുണ്ടോ? ഭാഷയോട് ഭയങ്കര താല്പര്യം ഉണ്ടോ? ഇല്ല, ഇല്ലേ? ഉണ്ടോ? ഓക്കെ, കുറച്ചൊക്കെ ഉണ്ടാവും, ഫുള്ളി ഉണ്ടാവണമെന്നില്ല. അപ്പം ഇങ്ങനത്തെ ആളുകൾ ഭാഷ കൊണ്ട് അഭിമാനമാടാൻ കേട്ടില്ലേ, അത്തരം ആളുകളായിരിക്കും. രണ്ട്, ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. അഥവാ റീസണിങ്ങിന് ഭയങ്കര എബിലിറ്റി ഉണ്ടാവും, ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടാവും, മാത്സ് ഭയങ്കര ഇഷ്ടകരം, മാത്സ് അതുപോലെ തന്നെ ഇതില്ലേ നമ്മളെ ഫിസിക്സ്, അതിനോടൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാവും. കണക്കിന്റെ ലോകത്തൊക്കെ ഭയങ്കര ഇഷ്ടകരം, മാത്തമാറ്റീഷ്യൻ ആവുക, സയന്റിസ്റ്റ് ആവുക, ഇതൊക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹങ്ങളേക്കരം. അവർക്ക് ഭയങ്കര ലോജിക്സ് മനസ്സിലാവും. ഏതൊരു കാര്യങ്ങളാണെങ്കിലും ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ഇതൊക്കെ അവർക്ക് ഭയങ്കര ഇതേകരം. ഇപ്പം ഒരു മെക്കാനിക്ക്, ആ മെക്കാനിക്കിന് കൃത്യമായിട്ട് ലോജിക്സ് മനസ്സിലായാലാണ് അതിന്റെ കമ്പനി കാണാൻ കഴിയുക. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ വണ്ടിന്റെ മെക്കാനിക്ക്, മൊബൈൽ ഫോൺ മെക്കാനിക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിലുള്ള ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയേഴ്സ്, അവർക്ക് ലോജിക്സ് മനസ്സിലാവണം. സോ ആ ലോജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത്തരം മേഖല ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. 3, സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ബുക്കിൽ കൊടുത്ത് ഈ പേരായതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കൊടുത്തത്. വിഷ്വലൈസേഷൻ ആണ് ആക്ച്വലി. പരസ്പര ബന്ധങ്ങള്, അഥവാ ഒരു കാര്യം കണ്ടാൽ അത് കഴിഞ്ഞാൽ, ഒരു വീടിന്റെ പ്ലാൻ കണ്ടാൽ ആ വീട് പണിത് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെ മനസ്സിലാവുക. അല്ലെങ്കിൽ ഇത് കണ്ടോ, സ്കൾപ്ചേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് ഈ സ്പേഷ്യൽ ഒരു വിഷ്വൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. കാരണം ഒരു കല്ല് മാത്രം കണ്ടാൽ അതിനെ എങ്ങനെ കൊത്തിയാലാണ് അതൊരു ശില്പമായി മാറുക, അല്ലെങ്കിൽ കുറച്ച് മണൽ മാത്രം കിട്ടിയാൽ എങ്ങനെ അതൊരു രൂപമാക്കി മാറ്റാൻ പറ്റുക, ഒരു ക്ലേ കിട്ടിയാൽ എങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കാൻ പറ്റുക, ഇതൊക്കെ കൃത്യമായി അവർക്ക് വിഷ്വലൈസ് ചെയ്യാന്, ഒരു പെന്നും പെൻസിലും പേപ്പറും കിട്ടിയാൽ എങ്ങനെ കൃത്യമായി ചിത്രം വരയ്ക്കാൻ പറ്റുക, ഇതൊക്കെ കൃത്യമായി അറിയുന്ന ആളുകളാണ് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. ഈ ഇന്റലിജൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. 4, കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്നാണ് അതിന് പറയാം. അത് നമ്മളെ ബോഡി മൂവ്മെന്റ് ആണ് ആക്ച്വലി. നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ, നമ്മുടെ ഡാൻസേഴ്സ്, സ്പോർട്സ്മാൻ ആയ ആളുകള്, ഇത്തരത്തില് ജിമ്മിൽ പോകുന്ന ആളുകള്, ഇപ്പൊ ബോഡിയെ ഇഷ്ടപ്പെടുക, ബോഡിലി അതിന്റെ കിനസ്തെറ്റിക് ചെയ്യുക. അപ്പോൾ ശാരീരികമായി അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. അവരുടെ മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ തന്നെ ശാരീരിക ഉല്ലാസമായിരിക്കും. കളിക്കാൻ പോവുക, കളിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, ഡാൻസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക, ഇത്തരം മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഓർ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 5, മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. ഇതിൽ മ്യൂസിക്കൽ ഓർ റിതമിക് ഇന്റലിജൻസ് എന്നാണ് ഇതിന് ഫുൾ ആയിട്ട് പറയാറുള്ളത്. അഥവാ പാട്ട് പാടുക, പാട്ട് കേൾക്കുക, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക, അത് എൻജോയ് ചെയ്യുക, താളം പിടിക്കുക, എല്ലാത്തിലും ഒരു താളാത്മകമായ കാര്യങ്ങൾ കാണാൻ കഴിയുക, ഇതൊക്കെ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ പാട്ട് പാടാൻ കഴിയുന്നത് മാത്രമല്ല അത് ആസ്വദിക്കാൻ കഴിയുന്നതും മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ കഴിയുക, അതിന് താളം പിടിക്കാൻ കഴിയുക, അതിന്റെ ടെക്നിക്സ് മനസ്സിലാവുക, അതൊക്കെ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. മ്യൂസിക് ടീച്ചേഴ്സ്, മ്യൂസിക് കമ്പോസേഴ്സ്,
അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ, ഇതൊക്കെ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ, കീബോർഡിസ്റ്റ്, വയലിനിസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ മ്യൂസിക്കൽ ഇന്റലിജൻസിന്റെ ആളുകളാണ്. 6 ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്, അഥവാ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഇന്ററാക്ട് ഇഫക്റ്റീവ്ലി വിത്ത് അതേഴ്സ്. എന്റെ മനസ്സിലൊരു കാര്യം എനിക്ക് നിന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഈ കച്ചവടക്കാര്, അതുപോലെ തന്നെ സെയിൽസ്മാൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, ഇവർക്കൊക്കെ വളരെ നിർബന്ധമായി ഉണ്ടാവേണ്ടതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. കാരണം അപ്പുറത്തേക്ക് ആൾ എങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് ഊഹിക്കാനും അവരുടെ അട്രാക്ഷൻ പിടിച്ചു പറ്റാനും അല്ലെങ്കിൽ അവരെ പേഴ്സുവേഡ് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവരോട് നിൽക്കണം എന്നുള്ളത് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. അപ്പൊ അവർക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും, ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ എമ്പതി സിമ്പതി ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, 7 ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. കേൾക്കുന്നില്ലേ? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് വെച്ചാല് നമ്മളോട് തന്നെ സംസാരിക്കുക. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ സ്ട്രെങ്ത്, മൈ വീക്ക്നെസ്, ഐ ക്യാൻ കൺട്രോൾ മൈ ഇമോഷൻസ്. ഓക്കെ, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ സെൽഫ് എന്നുള്ളതാണ്. എനിക്ക് എന്റെ കഴിവുകള്, എന്റെ ഇഷ്ടങ്ങള്, ഞാൻ എന്താകും എന്നൊക്കെ കൃത്യമായ ധാരണ ഉള്ള ഒരാളാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ഒരാള്. ഓക്കെ, അയാൾ ആളുടെ ടൈമിനെ ഇത് ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഫ്യൂച്ചർ എന്താ നോക്കിയിട്ടുണ്ടാവും, ചെയ്യേണ്ട കോഴ്സുകളെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവും, തന്റെ കഴിവും തന്റെ ലിമിറ്റേഷനും എല്ലാം കൃത്യമായി അറിയുന്ന ഒരാളാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ഒരാള്. ഓക്കെ, 8 നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ളതാണ്, അഥവാ പ്രകൃതി, ജീവികള്, ജീവനുകള്, മരം, മണ്ണ്, ഭൂമി. അല്ലെ, ഭൂമി എന്റെ അമ്മയാണ്, ചുറ്റുമുള്ളത് എല്ലാവരും എന്റെ സുഹൃത്തുക്കളാണ്, എന്റെ വീട്ടിലെ ആട്, പശു തുടങ്ങിയ അല്ലെങ്കിൽ ചെടികൾ എല്ലാത്തിനോടും പ്രത്യേക ഇഷ്ടമുള്ള ആളുകളാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പ്രകൃതിക്ക് വേണ്ടി മരിക്കുന്ന ആളുകളാണ് നമ്മളെ ഈ പ്രകൃതി സംരക്ഷണം, അത്തരത്തിലുള്ള ആളുകൾ, ഗാർഡനിങ്, അതുപോലെ തന്നെ ഈ സുവോളജി, ബയോളജി ഒക്കെ പഠിക്കുന്ന ആളുകൾ. ആരാണ് സുവോളജി പഠിക്കണേ? അപ്പൊ സുവോളജിന്റെ ടീച്ചറല്ലേ? നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, സോ എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് കാറ്റഗറൈസ് നാച്ചുറൽ ഒബ്ജക്ട്, കീപ്പിംഗ് എ റിലേഷൻ വിത്ത് നാച്ചുർ. പ്രകൃതിയുമായി എപ്പോഴും അടുത്ത് നിൽക്കുന്ന ആളുകളേക്കരം, പ്രകൃതി ജീവജാലങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണ ആളുകളേക്കരം, വീട്ടില് പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ആണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആളുകൾ. ഇവൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ടൂർ പോകണം. ടൂർ പോകുമ്പോൾ ആൾ പറയാണ് കുറെ പ്രകൃതി ഭംഗി കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയാൽ മതി എന്ന് പറയാണ്. ആൾക്ക് എന്ത് ഇന്റലിജൻസ് ഉണ്ടാവുക? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഒരു ലെഷർ ടൈം കിട്ടുകയാണ്, ഒരു ഫ്രീ ടൈം കിട്ടുകയാണ്. ഒരാൾ പറയണേ ഓക്കെ ഫ്രീ ടൈമാണ്, ഞാനൊരു പുസ്തകം വായിക്കട്ടെ. ആൾക്ക് ഏത് ഇന്റലിജൻസാ? ലിംഗ്വിസ്റ്റിക്. ഒരാൾ പറയണേ എന്നാ നമുക്ക് പാട്ട് പാടി കളിക്കാം, അന്താക്ഷരി കളിക്കാം. ഏത് ഇന്റലിജൻസാ? മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് അല്ലെ. ഒരാൾ പറയണേ ഞാൻ എന്റെ നാളത്തേക്കുള്ള എന്റെ വർക്ക് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഏത് ഇന്റലിജൻസാ? കല്യാണത്തിന് പോയി എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. ഏത് ഇന്റലിജൻസാ? ഓക്കെ, ചില ബസ്സിലേക്ക് ഇരുന്നിട്ട് കണ്ടക്ടറെ വരക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ വരക്കുന്ന ആൾ. ഏത് ഇന്റലിജൻസാ? വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, ഒരാൾ പറയണേ നമ്മള് ഒരു 10 കണക്ക് കൂട്ടാണ്ട്, കണക്ക് കൂട്ടുമ്പോൾ പറയണേ കാലഘട്ടം വേണ്ടെന്ന്, നമുക്കിത് മനക്കണക്ക് കൂട്ടാന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്ത് ഇന്റലിജൻസ് ഉണ്ടാവും? ലോജിക്കൽ ഒരു മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ചോദിക്കട്ടെ, ഒരു ഡ്രൈവർക്ക് നിർബന്ധമായി ഉണ്ടാവേണ്ട ഇന്റലിജൻസുകൾ ഏതൊക്കെയാ? വിഷ്വൽ വേണം, ലിംഗ്വിസ്റ്റിക് വേണോ? ലിംഗ്വിസ്റ്റിക് വേണോ വേണ്ടേ? ലിംഗ്വിസ്റ്റിക് എന്തിനാ? ഹോണില്ലേ? ബോർഡ് വായിക്കാൻ അറിയണ്ടേ? ലിംഗ്വിസ്റ്റിക് വേണ്ട, ഞാൻ വെറുതെ ലിംഗ്വിസ്റ്റിക് മിനിമം ഉണ്ടാവും അല്ലെ. അത്യാവശ്യം ബോർഡ് വായിക്കാറില്ലെങ്കിൽ ബുദ്ധിമുട്ടോ, അതല്ല ഉദ്ദേശിക്കണേ. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഒക്കെ വേണം. ഓക്കെ, ലോജിക്സും കുറച്ചൊക്കെ വേണം. വിഷ്വൽ ആൻഡ് സ്പേഷ്യലാണ് മെയിൻ. പിന്നെ ഇൻട്രാപേഴ്സണലും
അപ്പൊ ഇനി ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാവേണ്ട ഇന്റലിജൻസ് ഏതാ? ലൈബ്രറിയൻ. ലിംഗ്വിസ്റ്റിക് നിർബന്ധമായിട്ട് വേണം അല്ലെ? ഓക്കെ. അപ്പൊ അത്തരത്തില് ഇനിയുണ്ടല്ലോ ഇതില് ഇനി 9ാമത്തെ സ്കില്ല് എന്ന് പറയില്ലേ, ഇന്റലിജൻസ് പറയില്ലേ, അതേതാണ് അറിയോ? എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ് കേട്ടോ. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. അതിൽ കൊടുത്തിട്ടില്ല. എന്താ വെച്ചാലേ നമ്മൾ ഈ ഫിലോസഫി, സൈക്കോളജി, അതുപോലെ ദൈവം, വിശ്വാസം, മതം, ഇങ്ങനെയുള്ള കുറച്ച് സത്യം, ശരി, അല്ലെങ്കിൽ ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ഇത് അങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ മതവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്. നമ്മുടെ നിലനിൽപ്പ് എന്തിനാണ്, ദൈവം നമ്മളെ ഭൂമിയിലേക്ക് എന്തിനു വിട്ടു, അപ്പൊ അതിന് ഒരു കൃത്യമായ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അഥവാ ഈ മതപുരോഹിതന്മാര്, വിശ്വാസികള്, അങ്ങനത്തെ ആളുകളാണ് ആക്ച്വലി ഈ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഓക്കെ, കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പ്രത്യേകം പറയാണ്. ഇനി ഇതിൽ ഗാർണേഴ്സ് 8 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് വന്നിട്ട് ഇത് ചെറിയ ഭാഗമാണ്. സ്കൂൾ സിസ്റ്റം ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു ലിംഗ്വിസ്റ്റിക് ആൻഡ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. നമ്മൾ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലിംഗ്വിസ്റ്റിക് ആണ്, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിനാണ്. ഓക്കെ, അതുപോലെ ഇറ്റ് ഷുഡ് ടേക്ക് ഈക്വൽ ഇൻട്രസ്റ്റ് ഓൺ ഓൾ അതർ ഇന്റലിജൻസ്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ സ്കൂളിൽ പോയാലും എന്താ, എഴുത്തും വായന പഠിക്കുക, കണക്ക് പഠിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ഇന്റലിജൻസിന് പ്രാധാന്യം കൊടുക്കുള്ളൂ. എന്നാൽ ഇപ്പം ഒരു കിനസ്തെറ്റിക് ബോഡിലി ആൻഡ് കിനസ്തെറ്റിക് ഇന്റലിജൻസ് സ്കൂളിൽ പ്രാധാന്യം ഉണ്ടോ? ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ആക്ച്വലി ആ ഒരു പീരീഡ് അതിനുള്ളതാണ് അല്ലേ? പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, കുട്ടികൾ PT ആണെങ്കിൽ പോയി കളിച്ചോളും പറയും, പക്ഷെ കൃത്യമായി പ്ലാൻ ചെയ്യില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ ഇപ്പം മ്യൂസിക്കിനും അതുപോലെ തന്നെ എല്ലാത്തിനും പീരീഡ് ഉണ്ട് സ്കൂളിലൊക്കെ. അത് പലപ്പോഴും ആ ടീച്ചർ, കണക്ക് ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ ഒക്കെ കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ഇല്ല സാർ, ഇപ്പൊ PTക്ക് ബുക്ക് ഉണ്ട്, ക്ലാസ് ഉണ്ട് അല്ലെ? ആർട്ടിന്, മ്യൂസിക്കിനൊക്കെ ഇതുണ്ട്, ഇപ്പൊ പീരീഡ് ഉണ്ട്. അല്ല, ഇപ്പൊ എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഉണ്ട്. ഇത്ര നാളെ എക്സാമിന്റെ മാർക്ക് ആഡ് ചെയ്യൂലായിരുന്നു, പക്ഷെ ഈ പ്രാവശ്യം തുടങ്ങിയ എക്സാമിന് മാർക്ക് ആഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അവര് അല്ലെങ്കിലും നമ്മൾ ശരിക്ക് PTന്റെ പീരീഡോ ആർട്ടിന്റെ പീരീഡോ വേറെ സബ്ജക്ട് എടുക്കാൻ പാടില്ല. സോ വി ഷുഡ് ബ്രിങ് റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ അക്കാഡമിക് ഫീൽഡ്. അക്കാഡമിക് ഫീൽഡിലെ ഈ എഴുത്തും വായനയും കണക്കും ലോജിക്സും മാത്രം പഠിപ്പിച്ചാൽ പോരാ. ഈ 9 ഇന്റലിജൻസിനും എന്ത് ചെയ്യണം, ശരിക്കും ഈക്വൽ പ്രാധാന്യം കൊടുത്ത് കുട്ടികളെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. ആക്ച്വലി മെഷർമെന്റ് പറഞ്ഞാൽ ഒരു വലിയ മെഷർമെന്റിലേക്ക് ഒന്നും ഇവിടെ പോണില്ല, എങ്ങനെയാണ് മെഷർ ചെയ്യാന്ന് മാത്രമേ ഇതിൽ പഠിക്കുള്ളൂ കേട്ടോ. ഒന്ന് ഡിഫിക്കൽട്ടി ഇൻ മെഷറിംഗ് ഇന്റലിജൻസ് പറയുന്നുണ്ട്. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ സെയിം വേ. അഥവാ ഇന്റലിജൻസ് അളക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല എന്നാണ്. ഓക്കെ, ഡയറക്റ്റ് മെഷർമെന്റ് ഈസ് നോട്ട് പോസിബിൾ. നേരിട്ട് പോയിട്ട് ഓക്കെ എന്റെ ഇന്റലിജൻസ് അളക്കൂ, എന്നാൽ നിനക്ക് ഇത്ര ഇന്റലിജൻസ് ഉണ്ട്, അങ്ങനെ അളക്കാനൊന്നും പറ്റൂല എന്നാണ് പറയുന്നത്. Then the level of intelligence an individual has is measured. ഒരാളുടെ ലെവൽ ഓഫ് ഇന്റലിജൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അളക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഡിഫിക്കൽട്ടി ഓഫ് ദ ടാസ്ക് ഹി ക്യാൻ പെർഫോം. അപ്പൊ അതിന് ടാസ്ക് കൊടുത്തിട്ട് എത്രത്തോളം ഏത് ഡിഫിക്കൽട്ടിയുള്ള ടാസ്ക് വരെ പെർഫോം ചെയ്യാൻ പറ്റും, ദ റേഞ്ച് ഓഫ് ടാസ്ക് ഹി ക്യാൻ പെർഫോം. അതുപോലെ തന്നെ അതിന്റെ റേഞ്ച് എന്താണ്, അതിന്റെ സ്പീഡ് എന്താണ്, അപ്പൊ അതിന്റെ ടാസ്ക് ലെവൽ എന്താണ്, റേഞ്ച്, സ്പീഡ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരാളുടെ ഇന്റലിജൻസ് അളക്കാൻ. അല്ലാതെ പെട്ടെന്ന് പോയിട്ട് അളക്കാൻ പറ്റണേ, അല്ലെ നമ്മൾ കടയിൽ പോയിട്ട് 1 കിലോ തക്കാളി വാങ്ങണ പോലെ ഇന്റലിജൻസ് അളക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഈ താഴെ കൊടുക്കണം എന്താ, ദ ഹാർഡർ ദ ടാസ്ക് എ പേഴ്സൺ ക്യാൻ പെർഫോം ദ ഗ്രേറ്റർ ഈസ് ഹിസ് ഇന്റലിജൻസ്. ഒരാൾക്ക് ഭയങ്കര ഹാർഡായ പ്രവർത്തനം ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ ഇന്റലിജൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോർ ഓഫ് ടാസ്ക് ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഡു ദ മോർ ഇന്റലിജൻസ് ഹി ഹാസ്. കുറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് ദ റെസ്പോൺസ് ഓഫ് an individual to the given task, the greater his intelligence is. ഒരാൾക്ക് ഒരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാൾക്ക് പെട്ടെന്നുള്ള ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇന്റലിജൻസ് കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പെർഫോമൻസിന്റെ ഹാർഡ്നെസ്, അതിന്റെ ടാസ്കിന്റെ വൈഡ്നെസ്, അല്ലെങ്കിൽ എത്രത്തോളം വൈഡാണ്, എത്രത്തോളം ഹാർഡാണ്, എത്രത്തോളം സ്പീഡാണ്, ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്റലിജൻസ് നമ്മൾ അളക്കുക. ഇനി സ്റ്റാൻഫോർഡ് ബൈനറ്റ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഉള്ളതൊരു എന്താ പറയാ അപ്രൂവഡ് ആയ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് സ്റ്റാൻഫോർഡ് ബൈനറ്റ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. സ്റ്റാൻഫോർഡ് ബൈനറ്റ് പറയുന്ന 2 സൈക്കോളജിസ്റ്റുകൾ
ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ആൽഫ്രഡ് ബൈനറ്റ് ഈസ് ദ ഫാദർ ഓഫ് ദിസ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഇന്റലിജൻസ്. ഇന്റലിജൻസ് അടക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് സ്റ്റാൻഫോർഡ് ബൈനറ്റ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവർ പറഞ്ഞാൽ ചില അസംഷൻസ് പറയുന്നുണ്ട്. ഇന്റലിജൻസ് is a complex variety of abilities and testing intelligence should involve in variety of tests assessing higher order mental function. ഇപ്പൊ ഇന്റലിജന്റ് പറഞ്ഞ ഒരു കോംപ്ലക്സ് വെറൈറ്റി ഓഫ് എബിലിറ്റി ആണ്. ഭയങ്കര കോംപ്ലക്സ് ആയ നമ്മുടെ എബിലിറ്റി ആണ് ഇന്റലിജൻസ്. ഇത് അളക്കണമെങ്കിൽ ഷുഡ് ഇൻവോൾവ് എ വെറൈറ്റി ഓഫ് ടെസ്റ്റ്, വ്യത്യസ്തമായ പല ടെസ്റ്റുകളും ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് ഇന്റലിജൻസ് അളക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ട്, ഇന്റലിജൻസ് ഈസ് ബെസ്റ്റ് ഡിസ്പ്ലേഡ് ബൈ ജനറൽ ഇൻഫർമേഷൻ ആൻഡ് നോളജ് ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്കൂൾ ലേണിംഗ്. ഇപ്പൊ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഡിസ്പ്ലേഡ് ബൈ ജനറൽ ഇൻഫർമേഷൻ ആൻഡ് നോളജ് ആണ്. അഥവാ ജീവിതവുമായി ബന്ധപ്പെട്ട് ജനറൽ ആയ ഇൻഫർമേഷൻസിനുമായി ബന്ധപ്പെട്ടാണ് ഇന്റലിജൻസ് ഉള്ളത്. ഓക്കെ, ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്കൂൾ ലേണിംഗ്. സ്കൂളിൽ പഠിക്കുന്ന വിവരങ്ങളല്ല ഇന്റലിജൻസ്. ഒരാളുടെ ജനറൽ ആയിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഇന്റലിജൻസ്. മൂന്ന്, അഥവാ സി, ദ മോർ ഇന്റലിജന്റ് ഇൻഡിവിജ്വൽ ഷോസ് ഗ്രേറ്റർ ഇനീഷ്യേറ്റീവ് ആൻഡ് പെർസിസ്റ്റൻസ്. എല്ലാ കാര്യങ്ങളും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന, എല്ലാതും ഒരു സ്ഥിരത നിലനിർത്തുന്ന ഒരാളാണ് കൂടുതൽ ഇന്റലിജന്റ് ആയ പേഴ്സൺ. നാല്, ഇന്റലിജൻസ് ഇൻക്രീസസ് ഇൻ എമൗണ്ട് അറ്റ് ഏജ് ഇൻക്രീസസ്. നമ്മുടെ ഏജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇന്റലിജൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പ്രായത്തിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസസ് കൂടും, കാഴ്ചപ്പാടുകൾ മാറും, അതിനനുസരിച്ച് ഇന്റലിജൻസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് ആ തിയറി പ്രകാരം പറയുന്നത്. ഇപ്പൊ തിയറി അഡ്മിനിസ്റ്റർ ചെയ്യാനോ അതിന്റെ സ്കെയിലോ അല്ലെങ്കിൽ അതിന്റെ ടൂളോ ഒന്നും ഇവിടെ പരിചയപ്പെടുത്താനില്ല. ഓക്കെ, അതിനെന്തുണ്ട്, ക്വസ്റ്റ്യനെയർ ഉണ്ട്. ആ ക്വസ്റ്റ്യനെയർ ഒക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ അതൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു തിയറി ഉണ്ടെന്നും ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടെന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. പക്ഷെ പ്രായം കൂടുന്നതോറും പഠിക്കാനുള്ള ഒരു കഴിവ് കുറയും എന്നൊക്കെ പറയണത് ശരിയല്ല അല്ലെ? അത് നമ്മൾ ശരിക്കില്ലേ എങ്ങനെ വെച്ചോക്കണേ, ഒരു PhD അല്ലെങ്കിൽ PG അങ്ങനെ നമ്മൾ കുറച്ച് സീരിയസ് ആയ പഠനങ്ങളൊക്കെ നടത്തിയിരിക്കുക നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ ഏജ് ആകുമ്പോഴല്ലേ. പക്ഷെ ഒരു 40 ശേഷം ഒക്കെ ഫോർഗെറ്റിംഗ് എന്നുള്ളത് കൂടി വരും കേട്ടോ. അതില്ല എന്ന് പറയണില്ല. ഇതെന്തോ ഇന്റലിജൻസ് നമ്മളെ ലൈഫ് എക്സ്പീരിയൻസുമായിട്ടും നമ്മളെ വിസ്ഡം, റീസണിങ് ഇതൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് അത് കൂടുന്നത് അല്ലെ. റീസണിങ് പവറൊക്കെ കൂടുക പ്രായം കൂടുന്നിടത്തോറാണ്. നമുക്ക് വിസ്ഡം അഥവാ തിരിച്ചറിവ് വരിക പ്രായം കൂടുന്നിടത്തോറാണ്. അതൊക്കെ ആ ഫാക്ടേഴ്സ് ഒക്കെ എല്ലാം കൂടി പരിഗണിച്ചിട്ടാണ് കേട്ടോ. ദെൻ മെന്റൽ ഏജ്, നമ്മളെ 2 ഏജ് ഉണ്ട് നമുക്ക് അല്ലെ. ഞാൻ നേരത്തെ പരിചയപ്പെട്ട ആളോട് ചോദിച്ചില്ലേ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിച്ചില്ലേ, അല്ലെങ്കിൽ എത്ര ആയി വന്നിട്ട് ചോദിച്ചില്ലേ. ആണ് ശരിക്കും എത്ര ആയിരുന്നു? ടീച്ചറെ ഈ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിലൊക്കെ ഏജ് ചോദിച്ചാൽ എങ്ങനെ പറയല്ലേ? നമ്മളെ ടീച്ചർ പോയോ? ഗൾഫിൽ നിന്ന് ടീച്ചർ പോയോ? ഇല്ല സാർ, ഇവിടെ ഉണ്ട്. 25 കഴിഞ്ഞണോ? 26. ഓക്കെ, വെരി ഗുഡ്. എന്നാൽ എന്റെ ജസ്റ്റ് താഴെയാണ്. ശരി. ആ, അപ്പം അത് ക്രോണോളജിക്കൽ ഏജ് ആണ് അല്ലെ. നമ്മൾ ജനിച്ച അന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് എണ്ണി തുടങ്ങിയതാണ്. മെന്റൽ ഏജ് കുറവാണോ കൂടുതലാണോ? അതോ നമ്മൾ മാനസികമായി നമ്മുടെ ഒരു ഏജ് കുറവായിരിക്കും കൂടുതൽ? 26-നേക്കാൾ ആ ഒരു പക്വതയും ഭയങ്കര സീരിയസ് ഒക്കെ ആയി ഉണ്ടോ, അതല്ല കുറച്ച് ബാക്കിലാണോ? ഞാൻ ടീച്ചറെ കുറിച്ച് ചോദിച്ചേ. ഹലോ, ആ കേക്കുണ്ട് സാർ. ഞാൻ കേട്ടില്ല സാറ് പറഞ്ഞു. മെന്റൽ ഏജ് ഉണ്ടല്ലോ. മെന്റൽ ഏജ് ആണ് നമ്മുടെ മനസ്സ്. ഇപ്പൊ എത്ര വയസ്സുള്ള ഒരാളുടെ മനസ്സാണുള്ളത് ചോദിക്കണേ. 26 വയസ്സുണ്ടോ അതല്ല 30? 22, 20 ഒക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ, അത് സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ മാറും എന്നാ എനിക്ക് പറയാനുള്ളത് അല്ലേ. ആ, നമ്മളിപ്പോ ഒരു സ്കൂളിൽ കോളേജിലൊക്കെ പോയി ക്ലാസ്സിൽ എത്തിയാൽ നമുക്ക് ചിലപ്പോ ഒരു 50 ഒക്കെ വരും ചിലപ്പോ. അത്ര ഒന്നും വരൂല. അല്ല, പിന്നെ ഇതേ പറയണേ നമ്മളെ മെച്യൂരിറ്റി കൊണ്ടേ, നമ്മളെ പൊസിഷൻ കൊണ്ടേ അങ്ങനെ. ആ, പിന്നെ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലേക്ക് ആകുമ്പോൾ അത് കുറയും. 18, 16 പണ്ടത്തെ 10ാം ക്ലാസ്സുകാരൊക്കെ കണ്ടാണ്ടല്ലോ. അല്ല, നമ്മള് ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോഴേ 10ാം ക്ലാസ്സിന് ഗെറ്റ് ടുഗദർ പോയിണോ? അപ്പൊ നമ്മളിങ്ങനെ എന്തോ ചെറുതായ മര്യാദ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ,
ഇവിടെ മെന്റൽ ഏജ് ആണ് an expression of the extent of development achieved by the individual stated in terms of the performance that can be expected at any given age ആണ്. നമുക്ക് ഏതൊരു ഏജ് ലെവലുള്ള ആളുടെ ആ ഒരു പെർഫോമൻസ് ആണ് ചെയ്യാൻ പറ്റുക. അതാണ് മെന്റൽ ഏജുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പം മെന്റൽ മെച്യൂരിറ്റി ഓഫ് എ പേഴ്സൺ ആണ് ആക്ച്വലി മെന്റൽ ഏജ് എന്ന് പറഞ്ഞാല്. ഓക്കെ, നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഒരു 40 വയസ്സുള്ള ഒരാള്, റൈറ്റ്, അയാള് വൈകുന്നേരം ആയപ്പോ കുട്ടികളവിടെ ഷട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഷട്ടിൽ കളിക്കാൻ താല്പര്യപ്പെട്ടു, പോയി കളിച്ചു. ഈ വ്യക്തിന്റെ ആ സമയത്തുള്ള മെന്റൽ ഏജ് 40-ന് മുകളിലായിരിക്കോ താഴെ ഇരിക്കോ? ഏകദേശം എത്ര വന്നിട്ടുണ്ടാവും? കൂടെ കളിക്കുന്ന കുട്ടികളുടെ ഏജിലേക്ക് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോ ഒരു 18ഓ 16ഓ ആ ഒരു പഴയ പ്രായത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? സോ ആ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ. ശരിക്കും നമ്മുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാൾ മെന്റൽ ഏജ് കൂടണോ കുറയണോ? ഏതാ വേണ്ടി? സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ലേ? അല്ല, പൊതുവെ നമ്മള് ജനറൽ ആയിട്ട് നമ്മള് ജനറൽ ഫാക്ടർ നോക്കുമ്പോൾ കൂടണോ കുറയണോ? കൂടിയാല് എന്താ വെച്ചാൽ നമ്മൾ ഭയങ്കര സീരിയസ് ആയിരിക്കും ലൈഫില്. മറ്റേ കുറഞ്ഞാലോ, ഒരു കല്യാണം കഴിഞ്ഞു 2 കുട്ടികളായി, പക്ഷെ മെന്റൽ ഏജ് വളരെ കുറവാണെങ്കിൽ പണ്ട് 18ാമത്തെ വയസ്സിൽ നടന്നത് എങ്ങനെയാണോ അതേപോലെ നടക്കും. പ്രത്യേകിച്ച് ഉത്തരവാദിത്വം കൊടുക്കാതെ, പ്രത്യേകിച്ച് കുടുംബം നോക്കാതൊക്കെ നടക്കും. ഓക്കെ, ദെൻ ഇറസ്പെക്റ്റീവ് ഓഫ് ക്രോണോളജിക്കൽ ഏജ്, ഇതെന്തല്ല ക്രോണോളജിക്കൽ ക്രോണോളജിക്കൽ ഏജുമായി കണക്റ്റഡ് അല്ല എന്നാണ് അതിൽ പറയുന്നത്. ദാറ്റ് മീൻസ് മെന്റൽ ഏജ് വേറെ, ക്രോണോളജിക്കൽ ഏജ് വേറെ. വോയിസ് കേൾക്കല്ലേ? ഒരു കോൾ ഇങ്ങനെ വീണ്ടും വരികയാണ്, കട്ടാക്കിയിട്ട് വീണ്ടും അടിക്കാണ്. ഓക്കെ, സോ ആ ഒരു IQ എന്നുള്ളതിലേക്ക് കൊണ്ടുപോകാനാണ് ആക്ച്വലി ഈ ഒരു മെന്റൽ ഏജ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഈ IQ എന്നുള്ളതിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് ഇൻഡെക്സ് ഷോയിങ് ഹൗ എ പെർട്ടിക്കുലർ ചൈൽഡ് പെർഫോം. ഷോയിങ് എന്നുള്ളതാണ്. വെൻ കമ്പയർഡ് വിത്ത് അതേഴ്സ് ഓഫ് ദ സെയിം ക്രോണോളജിക്കൽ ഏജ്. ആക്ച്വലി നമുക്ക് ഇപ്പൊ ഒരു 6 വയസ്സുള്ള 2 പേരുണ്ട്, അല്ലെങ്കിൽ 16 വയസ്സുള്ള 2 പേരുണ്ട്. അവർ എത്രത്തോളാണ് അവരുടെ ഒരു സ്കില്ല് പെർഫോം ചെയ്യുന്നത്, അവരുടെ ഒരു ഇൻഡെക്സ് കാണിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് ആക്ച്വലി നമ്മൾ അവരെ വിലയിരുത്തുക. സോ IQ ഈസ് കമ്പ്യൂട്ടഡ് ആസ് എ റേഷ്യോ ബിറ്റ്വീൻ മെന്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. അപ്പോൾ ഒരു ജനിച്ച അന്ന് മുതൽ നമ്മൾ ദിവസങ്ങൾ എണ്ണി തുടങ്ങണ ക്രോണോളജിക്കൽ ഏജും, എന്നാൽ അവന്റെ മാനസികമായി അവൻ ഏത് പ്രായത്തിലാണോ ആ മെന്റൽ ഏജിന്റെയും റേഷ്യോ ആണ് IQ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അതിന് പറയുന്നത് IQ is equal to MA/CA into 100. ഓക്കെ, അപ്പൊ മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് into 100 ആണ് ആക്ച്വലി IQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ 100 ആണ് IQന്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ IQ 100-ന് മുകളിലുണ്ടെങ്കിൽ ഹൈ ഇന്റലിജൻസ് ആണ്, 100-ന് താഴെ ആണെങ്കിൽ ലോ ഇന്റലിജൻസ് ആണ്. അത് മനസ്സിലാക്കി വെക്കാം. 120, 130 ആ ലെവൽക്കൊക്കെയാണ് പൊതുവെ ഒരു ആളുകൾക്ക് ഉണ്ടാവുക. 90, 86 അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് പൊതുവെ നമ്മളൊരു ബുദ്ധിമാന്യമുള്ള കുട്ടികൾ എന്നൊക്കെ പറയും. ദാറ്റ് മീൻസ് അവർക്ക് എന്തുണ്ടാവില്ല, കൃത്യമായി നമ്മളെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ അത്ര കാര്യങ്ങൾ മെമ്മറിയിൽ വെക്കാനോ അങ്ങനെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനോ ഒന്നും പറ്റണം എന്നില്ല. ഓക്കെ, ഇനി ആ ഒരു ഇന്റലിജൻസ് സ്കെയിൽ തന്നെയാണ് വെഷ്ലേഴ്സ് അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി അധികം ഒന്നും പറയില്ല, പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, തൽക്കാലം നിർത്തുട്ടോ. So, Wechsler's Adult Intelligence Scale, published in 1939, modified and standardized in 1955. ഈ ഇന്റലിജൻസ് ടെസ്റ്റ്, സൈക്കോളജി ടെസ്റ്റുകളൊക്കെ അല്ലേ സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ള പരിപാടി ഉണ്ട്. അഥവാ അത് എന്ത് ചെയ്യണം, അതിന്റെ ഒരു അസോസിയേഷൻ കൃത്യമായി ക്ലിനിക്കൽ സിറ്റിംഗ്സിൽ ഇത് അപ്ലൈ ചെയ്ത് അതിന്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ വിധേയമാക്കപ്പെടണം. സോ ഹ്യൂ വെഷ്ലർ എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് വ്യൂ ചെയ്തത് ഇൻഡിവിജ്വൽസ് ഹാവ് എ ഡിഫറെന്റ് മെഷേഴ്സ് ഓഫ് ഇന്റലിജൻസ്. ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ഇന്റലിജൻസ് ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ആണ് ഉള്ളത്. സോ ദ ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് 11 സബ് ടെസ്റ്റ്. 11 സബ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ആണ് വെഷ്ലറുടെ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. അപ്പോൾ WAIS വെഷ്ലേഴ്സ് അഡൽട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിൽ 11 സബ് ടെസ്റ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്.
കാരണം ഓരോരുത്തരുടെയും ഇന്റലിജൻസുകൾ വ്യത്യസ്തമായതുകൊണ്ട് 11 സബ് ടെസ്റ്റുകളുണ്ട്. 6 of the tests are grouped together and 5 comprise performance scale. അതിൽ 6 എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 പെർഫോമൻസ് സ്കെയിലാണ്. അതില് പെർഫോമൻസ് സ്കെയിലും അങ്ങനെ പലതരം സ്കെയിലുകളുണ്ട്. വെർബൽ സ്കെയില്, പെർഫോമൻസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, വെർബൽ സ്കെയിൽ ഉദ്ദേശിക്കുന്നത് വെർബലി നമ്മൾ ചോദിച്ചും പറഞ്ഞും വൊക്കാബുലറി കൊടുത്തും ഒക്കെ ഉള്ള ഈ സ്കെയിലാണ്. അതിലുണ്ടാവുക വൊക്കാബുലറി, ഇൻഫർമേഷൻ, കോംപ്രഹെൻഷൻ, അരിതമെറ്റിക്, സിമിലാരിറ്റീസ്, ഡിജിറ്റ് സ്പാൻസ് എക്സെട്ര. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള അകലങ്ങള്, അതല്ലെങ്കിൽ കുറെ ഒരു 5 ലെറ്റേഴ്സ് കൊടുത്തിട്ട് വേർഡ്സ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വൊക്കാബുലറി അവർക്ക് എത്രത്തോളം ഉണ്ട്, വായിക്കാൻ അറിയോ, കണക്ക് കൂട്ടാൻ അറിയോ, സിമിലാരിറ്റീസ് മനസ്സിലാവോ, ഡിഫറൻസസ് മനസ്സിലാവോ, ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവോ, ഇങ്ങനെ വെർബലി അവരോട് ചോദിച്ച് നമ്മൾ അവരുടെ ഇന്റലിജൻസ് അളക്കുന്നതാണ് വെർബൽ സ്കെയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ കുറെ ക്വസ്റ്റ്യൻസും അവർക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ള കുറെ സംഭവങ്ങളാണ് ഉണ്ടാവുക. 2 പെർഫോമൻസ് സ്കെയിലാണ്. ഒരാൾക്ക് തീരെ എഴുതാനും വായിക്കാനും അറിയില്ല, ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയി, അങ്ങനെ കണ്ണൊന്നും കാണാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. വെർബൽ സ്കെയിൽ നടത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് പെർഫോമൻസ് സ്കെയിലാണ് നടത്തുക. അവർക്ക് ബ്ലോക്ക് ഡിസൈൻ ചെയ്യാൻ, അതുപോലെ പിക്ചർ അറേഞ്ച്മെന്റ്സ്, ഒബ്ജക്ട് അസംബ്ലി, ഒരു കുറച്ച് വസ്തു കൊടുത്തിട്ട് അതിനെ അസംബിൾ ചെയ്യുക, പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പറയാ, ഡിജിറ്റൽ സിമ്പിൾസ് തമ്മിലുള്ള അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കുക. ഓക്കെ, നമ്മൾ പസിൽസ് കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറയാ, അല്ലെങ്കിൽ റൂട്ട് കണ്ടെത്താൻ പറയാ. ഇങ്ങനെ വെർബലി അല്ലാതെ അവർക്ക് ഫിസിക്കലി ചെയ്യാനുള്ള, പെർഫോം ചെയ്യാനുള്ള സ്കെയിലുകളാണ് ഇതിൽ കൊടുക്കുക, പെർഫോമൻസ് സ്കെയിൽ കൊടുക്കുക. വെർബൽ സ്കെയിലാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്. എന്നാൽ ചിലതിൽ വെർബൽ സ്കെയിലും പെർഫോമൻസ് സ്കെയിലും കൊടുക്കും. വെർബൽ സ്കെയിൽ പറ്റാത്ത ആളുകൾക്കാണ് കൂടുതലായിട്ട് പെർഫോമൻസ് സ്കെയിലുകൾ കൊടുക്കാറുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ പോയിന്റ് സ്കെയിൽ ആൻഡ് നോട്ട് ആൻ ഏജ് സ്കെയിൽ. ഇതൊരു പോയിന്റ് സ്കെയിലാണ്, അഥവാ ഇത്രയും പോയിന്റ്സ് കവർ ചെയ്ത് വരണം എന്നുള്ളതാണ്. സോ ഐറ്റംസ് ആർ നോട്ട് ഗ്രൂപ്പ്ഡ് ബൈ ഏജ് ലെവൽ. ഇപ്പൊ ടീനേജേഴ്സിന് ഇത് അല്ലെങ്കിൽ അങ്ങനെ ഏജ് ക്രമത്തിൽ അതിൽ എന്ത് ചെയ്തിട്ടില്ല, ഗ്രൂപ്പ് ആക്കിയിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഒന്നാണ് കൊടുക്കുക. The raw score for each subtest is transferred into standard score. സാധാരണ നമ്മൾ കിട്ടുന്ന ഫസ്റ്റ് സ്കോർ ഉണ്ട്, അതാണ് റോ സ്കോർ എന്ന് പറയുന്നത്. ഒരാള് രേഖപ്പെടുത്തി ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്തു, അപ്പൊ നമ്മൾ അതിന് കൊടുക്കുന്ന ഒരു മാർക്ക് ഉണ്ട്, അത് അവരുടെ റോ സ്കോർ ആണ്. ചില ടെസ്റ്റുകളിൽ റോ സ്കോറിൽ നിന്ന് സ്റ്റാൻഡേർഡൈസ്ഡ് സ്കോറിലേക്ക് മാറ്റാൻ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഇക്വേഷനിൽ ഇട്ടിട്ട് റോ സ്കോറിനെ സ്റ്റാൻഡേർഡ് സ്കോർ ആക്കി മാറ്റേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓരോ ടെസ്റ്റിലും ഓരോ നിയമങ്ങളാണ്, ഓരോ രൂപങ്ങളാണ്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ എന്തുണ്ട്, വ്യത്യസ്തമായ ഇന്റലിജൻസ് സ്കെയിലുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. തൽക്കാലം നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ക്ലാസ് റൂം ടീച്ചിങ്, അസസ്മെന്റും ഇന്റലിജൻസും ഒക്കെ ഇങ്ങനെ കുറച്ചങ്ങനെ പോകാനുണ്ട്. അത് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാം. കാരണം ഏകദേശം ഒരു പകുതി എന്നുള്ളതായിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് നോക്കിയത് അല്ലെങ്കിൽ കണ്ടതാണ് ജസ്റ്റ് ഒരു നോട്ടത്തിൽ. യൂണിറ്റ് 4 ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതിൽ ഡെഫിനിഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അണ്ടർ 3 ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് 3 ഗ്രൂപ്പ്സ് കണ്ടു. ദെൻ ഒരു 3 ഡെഫിനിഷൻസ് കണ്ടു. ഡെഫിനിഷൻസ് ഓഫ് ഇന്റലിജൻസ് ആണ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇന്റലിജന്റ് പേഴ്സൺ. നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ, ഒരു 10 ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. ദെൻ 2 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. അതിൽ തൊണ്ടേക്കിന്റെ 3, പിന്നെ ഹോവാർഡ് ഗാർഡനറുടെ 9 വരാനുള്ളത് കണ്ടു. അത് നമ്മൾ അത് കഴിഞ്ഞിട്ട് കണ്ടു. ഓക്കെ, ദെൻ പിന്നെ തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. മൊണാർക്കിക് തിയറി, സ്പിയർമാന്റെ 2 ഫാക്ടർ തിയറി, തൊണ്ടേക്കിന്റെ മൾട്ടി ഫാക്ടർ തിയറി, തേർസ്റ്റോണിന്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി, അതുപോലെ തന്നെ ഗുൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്, ഹൊവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഇത്രയും തിയറികൾ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മെഷർമെന്റ് ആണ്. ഇന്റലിജൻസ് എങ്ങനെ മെഷർ ചെയ്യുക, അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒന്നാമത്തെ ടെസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഫോർഡ് ബൈന ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ടെന്നും അവരുടെ അസംഷൻസ് മാത്രം പറഞ്ഞു. ദെൻ മെന്റൽ ഏജ് എന്നുള്ള ഒരു ടേം, IQ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡെഫിനിഷൻ, പിന്നെ വെസ്ലറുടെ അഡൽട്ട് ഇന്റലിജൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ. ഒരു പറഞ്ഞ 2 ഇത്തരം ടെസ്റ്റുകൾ, വെർബൽ ആൻഡ് പെർഫോമൻസ് എന്ന് കണ്ടു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം ഇന്റലിജൻസ് എന്നുള്ളൊരു മേഖല ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഏകദേശം 1 മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞതുകൊണ്ട് നിർത്തിയതാണ്. ഇനി അടുത്തൊരു ക്ലാസ്സിലും കൂടി കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. സോ ഇത് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഡെഫിനിഷൻ എന്തായാലും പഠിക്കണം. ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് പഠിക്കണം. ആ ഇന്റലിജൻസ് ടെസ്റ്റുകൾ
വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാവുന്നതോ അല്ലെങ്കിൽ പറയാവുന്നതോ ഒക്കെ ആയിട്ടുള്ള പിന്നെ ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഉണ്ട്, അഥവാ തിയറികൾ, ഇന്റലിജൻസ് തിയറികൾ. ഓക്കെ, പിന്നെ ഇന്റലിജൻസ് ടെസ്റ്റുകൾ വല്ലാതെ ഫോക്കസ് ചെയ്യേണ്ടി വരൂല തോന്നുന്നു. ആ പേരുകൾ അറിയണം. ഇപ്പോൾ സ്റ്റാൻഫോർഡ് ബയോമെട്രി ടെസ്റ്റ് എന്നുള്ള പേരുകൾ അറിയണം, പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അതല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് ഉണ്ടാവില്ല. വാല്യൂ കാണാനൊന്നും BEd ഇല്ല. ഞങ്ങൾക്ക് സൈക്കോളജിയിൽ ഈ ഒരു സ്റ്റാൻഫോർഡും ഇതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന്റെ ക്വസ്റ്റ്യനും ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, അതിന്റെ ടൂൾസ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പോകാനില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പൊ എല്ലാവരും ഇതിൽ നിന്ന ആളുകളും അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.